മാനേജിംഗ് ഡയറക്ടറാണ്. 50-ൽ പരം പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, ബൈബിൾ നിരൂപണങ്ങൾ, അങ്ങനെ പല പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും രചിക്കുകയും ചെയ്തു. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അടുത്തതായി ശ്രീ ഡോക്ടർ ദത്തന്നൂർ ഹരികൃഷ്ണൻ. അദ്ദേഹം ബെസേലിയസ് കോളേജിലെ മലയാള വിഭാഗത്തിൽ ലെക്ചറാണ്. അദ്ദേഹം കുഞ്ഞിൻ്റെ ആത്മസുഹൃത്താണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ മാത്തുക്കുട്ടി ജെയിംസ്, അദ്ദേഹം ഈ യോഗത്തിലേക്ക് കടന്നു വരാൻ സമ്മതിച്ചിട്ടുണ്ട്. കേന്ദ്ര വ്യവസായ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അദ്ദേഹം വരുന്നു, പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഓൺതറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി ശ്രീ ജേക്കബ് പാത്തിക്കൻ. ജേക്കബ് പാത്തിക്കനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് എന്ന്, അതായത് അദ്ദേഹത്തിന് 3 MA, പൊളിറ്റിക്കൽ സയൻസ് MA ഉണ്ട്, മലയാളത്തിൽ MA ഉണ്ട്, സോഷ്യോളജി. പാകിസ്ഥാനെ എങ്ങനെയൊന്നുമല്ല പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം NSSന്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസർ, NCCയുടെ പ്രോഗ്രാം ഓഫീസർ, മികച്ച ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് റിട്ടയർ ചെയ്ത് നീങ്ങുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു നാടകം രംഗത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന അമരാവതിയിലേക്കുള്ള വഴി, ഒരു സാമൂഹ്യ നാടകം. അദ്ദേഹം അതിൻ്റെ രചന, സംഭാഷണം, ഗാനരചന, സംവിധാനം ഒക്കെ നിർവഹിച്ച് നല്ല ഒരു നാടകം, നല്ല മെസ്സേജ് ഉള്ള ഒരു നാടകം അവതരിപ്പിച്ചു. അദ്ദേഹം ഇപ്പോഴും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം കുട്ടിച്ചനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം കുട്ടിച്ചന്റെ ആദ്യം ബുക്കുകളായിരുന്നു, ഇപ്പോൾ മിൻവർ. അവിടത്തേക്ക് പല കുട്ടികളും സാറേ നമ്മുടെ ഗാന്ധിയിൽ വെച്ചിട്ട് സിലബസ് മാത്രമേ അറിയുള്ളൂ, അതിന് ബുക്ക് എഴുതുന്നില്ല എന്ന് പറയുമ്പോൾ കുട്ടിച്ചൻ പെട്ടെന്ന് പാത്തിക സാറിനെ വിളിക്കും. പാത്തിക സാറെ എങ്ങനെയാണ്, നമുക്ക് പിള്ളേരെ പലരും വിളിക്കുന്നുണ്ട്, നമുക്ക് എഴുതുന്നില്ല. പാത്തിക സാറ് ഞാൻ ഓർക്കുന്നുണ്ട്, പാത്തിക സാറിന്റെ വീട്ടിലേക്ക് രാത്രി 2 മണിക്ക് ഞാൻ കുട്ടിച്ചനുമായിട്ട് പാത്തിക സാർ അപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. കാരണം ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ പിള്ളേർക്ക് പരീക്ഷയാണ്. 2 ആഴ്ചയെങ്കിലും പിള്ളേർക്ക് പഠിക്കാൻ അവസരം കിട്ടും. അപ്പോൾ കോഴിക്കോട് നിന്ന് ഒക്കെ വേണം വിളിക്കുന്നത്, ഗൈഡില്ല. അങ്ങനെ പാത്തിക സാറ് ഒത്തിരി അനവധി കേസുകൾ, എനിക്ക് തോന്നുന്നു 48ഓളം ബുക്കുകൾ പാത്തിക സാറ് എഴുതിയിട്ടുണ്ട്. അത് തന്നെയല്ല, പാത്തിക സാർ ഒരിക്കൽ ഞാൻ സന്ദർഭം തിരിച്ചുകൊണ്ട് നോക്കി. പാത്തിക സാർ ഒരിക്കൽ പറഞ്ഞു, പാത്തിക സാറിന്റെ കൂട്ടത്തിൽ പഠിപ്പിക്കാൻ വന്ന ഒരു അധ്യാപകൻ, ഞാൻ ശ്രീ ജേക്കബ് പാത്തിക്കൻ എന്ന് പറഞ്ഞ ആളിന്റെ ഗൈഡ് പഠിച്ചാണ് പാസ്സായത് എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം സ്കൂളിൽ അറിയപ്പെടുന്നത് ജേക്കബ് എബ്രഹാം. അപ്പൊ പാത്തിക സാർ തിരിച്ചു, ആ ജേക്കബ് പാത്തിക്കൻ ഞാനാണ്. ഇതിൽ പരം ഒരു നല്ല നിമിഷം എന്താണ് പാത്തിക സാറാണ് നമുക്ക് ഈ കഥാരചനയ്ക്ക് പറ്റിയ കഥ തന്തു എന്നൊക്കെ നൽകിയത്. പാത്തിക സാറ് അത് വാല്യൂറ്റ് ചെയ്തു. അതുപോലെ പിന്നെ വാല്യൂറ്റ് ചെയ്ത രണ്ടാമതായി വാല്യൂറ്റ് കിരൺ തോമസ് ആണ്. ഇതൊക്കെ ഞാൻ സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് എവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുമാരി, കഥ ഫസ്റ്റ് പ്രൈസ് നേടിയ അലീന സാക്സ്, അതുപോലെ 2ാം സ്ഥാനം നേടിയ കുട്ടി ഇവാൻ ബിജു, 3ാം സ്ഥാനം നേടിയ ജെനിയ റേച്ചൽ തോമസ് അല്ലേ? ജെനിയ റേച്ചൽ വർഗീസ്. ഈ 3 കുട്ടികളെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു. അവരുടെ പേരൻസ് ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ അച്ഛൻ ഞാൻ അവസാനം പറയാൻ വിളിച്ചോ, അതിനെപ്പറ്റി പറയാൻ തീരത്തില്ല. ഇത് ഈ ആലോചന തുടങ്ങിയിട്ടുണ്ട്. ഇത്ര മനോഹരമാക്കി തീർന്നതിന് വേണ്ടി അച്ഛനൊക്കെ വളരെ കഷ്ടപ്പെട്ടു വരുന്നത്. അച്ഛൻ സമയമില്ലാത്തപ്പോഴേക്ക് യോഗത്തിലൊക്കെ പങ്കെടുത്ത് ഇതിങ്ങനെ പോകണം, ഇത് ഇങ്ങനെ പോയാലും ശരിയാവുന്നു, ഏത് കാലത്ത് ചെയ്യണം, നിങ്ങൾ ആ ചെറുപ്പം മത്സരിക്കണം, നടത്തണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ എത്ര മാസം മീറ്റിങ്ങുകൾ, ഏതെല്ലാം കാര്യങ്ങൾ അവസാനം ഈ ഡെസ്കും വെച്ച് ഇങ്ങനെ പിടിച്ചെടുത്തത് വരെ നല്ല ഒരു ഡയറക്ഷൻ അച്ഛൻ നൽകി. അച്ഛൻ്റെ പുതുതായി ഇവിടെ വന്ന് ചാനലിലൂടെ ഇത്ര മനോഹരമായി കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം വികാരിയച്ഛൻ അച്ഛനാണ് ഈ നിങ്ങൾക്ക് പ്രൈസ് സൂക്ഷിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കൺക്ലൂഡിംഗ് തരുന്ന അച്ഛനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇത് നമുക്കറിയാം, ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് സൺഡേ സ്കൂൾ അധ്യാപകർ ജെയ്സൺ, അതുപോലെ സൺഡേ സ്കൂൾ അധ്യാപകർ
നമ്മുടെ ലാലുണ്ട്, അങ്ങനെ പല ആളുകളും. ഇവരൊക്കെയാണ് ഈ സൺഡേ സ്കൂളിലെ ഒരു ടീമാണ് ഈ പരിപാടി ചെറുകഥാ മത്സരത്തിൽ വിജയിച്ചത്. ആന്റിയെ സംബന്ധിച്ചും അവിടെ എത്ര രാത്രികൾ എത്ര മെനക്കെട്ടിട്ടാണ് ഇത്രയും കുട്ടികളെ സംബന്ധിച്ച് 27 കുട്ടികളുണ്ട് അത്ര നല്ല മനോഹരമായ പരിപാടി സംഘടിപ്പിച്ചത്. ഇവരെ ഞാൻ ഈ ടീമിനെ അനുമോദിക്കുന്നു. അതുപോലെ ഇവിടുത്തെ ഫ്രണ്ട്സോൺ ജിബി ഉൾപ്പെടെയുള്ള ജിബി സഞ്ജയ് ജിനു ഇവരൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അവരെയൊക്കെ ഈ ഞാൻ പ്രത്യേകം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി കൂരോപ്പട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ജോർജ് കുട്ടി സാറിന്റെ സുഹൃത്തുമായ ശ്രീ KP ശ്രീരാമനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാ ഗീതം ആലപിച്ച സൺഡേ സ്കൂൾ ഗ്രൂപ്പിലെ കുട്ടികൾ, പ്രിയപ്പെട്ട കുട്ടികളെ അനുസ്മരിച്ചുകൊണ്ട് സ്വാഗത പ്രസംഗം നടത്തിയ പ്രിയ സുഹൃത്ത് ഷാജി കെ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തുന്ന ശ്രീ രതീഷ് നാരായണൻ, പ്രിയ സുഹൃത്തു കൂടിയായ വിനോദം സക്കറിയ, റോജെ ജോൺ, ശ്രീ മെക്കല്ലോ ഹരികൃഷ്ണൻ, ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്ത് മധുരത്തി ജെയിംസ്, ചെറുകഥ അവലോകനം നടത്തുന്ന പ്രിയ സുഹൃത്ത് പാത്തിങ്കൻ സാർ, സമ്മാനാർഹരായ കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കളുടെ സന്നിഹിതരായിട്ടുണ്ട്. അതേപോലെ ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീമതി അനില ജേക്കബ്, ഈ യോഗത്തെ ധന്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടിച്ചൻ്റെ ആത്മമിത്രങ്ങളായിട്ടുള്ളവർ, ബന്ധുക്കൾ, സഹപ്രവർത്തകരായിട്ടുള്ളവർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഇന്നാട്ടിലെ പ്രിയ ജനങ്ങളെ, സുഹൃത്തുക്കളെ, അന്യജീവനുതവി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ് കവികൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കവിവാക്യത്തെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള തൻ്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ ഒന്നിനെ മാത്രം എടുത്ത് കാണിച്ചുകൊണ്ടാണ് സ്വാഗത പ്രസംഗകൻ കുട്ടിച്ചൻ്റെ ജീവിതത്തിലെ അനേകം സന്ദർഭങ്ങളിൽ ഒന്നിനെ നമുക്ക് മുമ്പിൽ സന്ദർഭവശാൽ ഇവിടെ സൂചിപ്പിച്ചു പോയത്. എനിക്ക് കുട്ടിച്ചനുമായിട്ടുള്ള സൗഹൃദം നന്നേ ചെറുപ്പകാലം മുതൽ
വിദ്യാഭ്യാസ കാലത്തും തുടർന്ന് കൊത്തല 13-ാം മൈലിലെ ഒരു വായനശാലയുണ്ട്, നാഷണൽ റീഡിംഗ് റൂം. ആ വായനശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുമെല്ലാം ഈ ഘട്ടത്തിലെല്ലാം ഇത്രമാത്രം അക്ഷരങ്ങളെ സ്നേഹിച്ച പുതിയ പുസ്തകങ്ങളെ നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് വായനയ്ക്ക് പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുവാൻ അക്ഷീണം യത്നിച്ച ഒരു സഹപാഠിയെ, സഹപ്രവർത്തകനെ, സഹോദരനെയാണ് അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയത്. വേർപാട് വേദന ഉളവാക്കുന്നത് അതെപ്പോൾ സംഭവിച്ചാൽ. പക്ഷേ ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ ത്രാണിയുണ്ടായിരുന്ന ഒരാൾ അവയൊക്കെ പൂർത്തിയാക്കുന്നതിന് മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ളത് നമ്മുടെ ദൗർഭാഗ്യമെന്ന് പറയാറുണ്ട്. ഒരു ജീവി ജനിക്കിൽ അന്നു ദൈവം കരുതിയിട്ടുണ്ടവനുള്ള മൃത്യുകാലം, ഒരു ലേശം ഇതൊന്നു മാറ്റിവെക്കാൻ എല്ലാവർക്കും വിഫലം മനുഷ്യയത്നം. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നതും ഇവിടെ ജീവിതം നയിക്കുന്നതും ഈ ഭൂമിയിലെ വാസം അവസാനിപ്പിക്കുന്നതുമെല്ലാം ഈശ്വര നിശ്ചയത്തെ അടിസ്ഥാനമാക്കിയാണ്. ആ നിലയ്ക്ക് തൻ്റെ കർത്തവ്യം നാം ആഗ്രഹിക്കുന്ന തരത്തിൽ ഇവിടെ നിർവഹിക്കപ്പെടുവാൻ സന്ദർഭം ലഭിച്ചില്ല എങ്കിലും അനുവദിക്കപ്പെട്ട കാലത്തിനുള്ളിൽ നമ്മുടെ നാടിന്, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അവർക്ക് അക്ഷരത്തിൻ്റെ പ്രകാശം എത്തിച്ചു കൊടുക്കുവാൻ ഉത്തമനായ ഒരു വായനശാല പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങളെ വേണ്ടത്ര വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വായന മരിക്കുന്നു എന്ന് വിലപിച്ചുകൊണ്ട് പുസ്തകങ്ങളെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ആരംഭിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ റീഡിംഗ് റൂമിൻ്റെ പ്രവർത്തകനായിരിക്കുന്ന ഘട്ടത്തിൽ ബെൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ ആഴ്ചതോറും നമ്മുടെ വായനശാലയിലേക്ക് എത്തപ്പെടാത്ത വീട്ടമ്മമാർക്ക്, വനിതകൾക്ക് അവരാവശ്യപ്പെടുന്ന തരത്തിലുള്ള പുസ്തകങ്ങളെ എത്തിച്ചു നൽകിക്കൊണ്ട് കുട്ടികളിലും അതേപോലെ മുതിർന്നവരിലും വായന വളർത്തുവാൻ ഏറ്റവും അധികം പ്രയത്നിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു
ഒട്ടനവധി ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. സാഹിത്യ അഭിരുചിയും ശാസ്ത്രബോധവും വളർത്തുന്നതിനും അതിന് അനുസൃതമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പഠന അനുബന്ധ പ്രവർത്തനങ്ങളിൽ മാർഗദർശനം നൽകുന്നതിനും അദ്ദേഹം വളരെ ഉയർന്ന നിലയിലുള്ള സേവനമാണ് നമ്മുടെ പ്രദേശത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി കലാ സാഹിത്യ വേദി എന്ന ഒരു എളിയ സംരംഭം ആരംഭിക്കുകയും സ്കൂൾ കുട്ടികൾക്ക് അവരുടെ മേൽപ്പറഞ്ഞ തരത്തിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേദിയൊരുക്കുകയും ചെയ്തത് ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. നല്ലൊരു വായനക്കാരനും നല്ലൊരു എഴുത്തുകാരനും കലയെയും വിജ്ഞാനത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ നാടിന് ഏറ്റവും പ്രിയങ്കരനായ ഒരു സഹോദരനെയാണ് അകാലത്തിൽ നമുക്ക് നഷ്ടമായത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമുള്ള ദുഃഖം കാലം മായ്ക്കട്ടെ, അതിനുള്ള കരുത്ത് ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ദീർഘകാലം അദ്ദേഹം ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സൺഡേ സ്കൂള്, അവിടെ ഇത്തരത്തിൽ ആ പ്രവർത്തന പന്ഥാവ് തുറന്നു കിട്ടിയപ്പോൾ അതിൽ സജീവമായി ഇടപെടുവാൻ നിങ്ങൾ കാണിച്ച സൗമനസ്യത്തിന് യഥാർത്ഥതയോടെ സ്മരിച്ചുകൊണ്ട് ആ പ്രിയ കൂട്ടുകാരൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ മീറ്റിംഗിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിനായി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ക്ഷേമകാര്യ സമിതി കമ്മിറ്റി ചെയർമാനും അതോടൊപ്പം ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആൻഡ് സൗത്ത് പാമ്പാടി സഹൃദയ ഗ്രന്ഥശാല പ്രസിഡന്റുമായ CM മാത്യു സാറിനെ ക്ഷണിക്കുന്നു. ലോകത്തിലെ അധ്യക്ഷൻ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ KP ശ്രീരാമൻ അവர்கள், അഭിനന്ദനായ അവർ ഇപ്പൻ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന ജോർജ് കുട്ടിയുടെ രണ്ടാമത് ചരമ ദിനാചരണം ഇപ്പോൾ ഒക്ടോബർ 2 അതുമായി ബന്ധപ്പെട്ട യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നും ജോർജ് കുട്ടി നമ്മോടൊപ്പം ഇല്ല എന്ന് ചിന്തിക്കാൻ പ്രയാസമാണ്. ജോർജ് കുട്ടി പുത്തമ്പറത്ത് ബുക്ക് സ്റ്റോള് തുടങ്ങിയതിന് ശേഷം
കഴിഞ്ഞ ദിവസങ്ങളിലും ഒന്നുകിൽ ഞാൻ പൊമ്പാടി ഭാഗത്തേക്ക് പോകുമ്പോൾ ജോർജ് കുട്ടി ഇങ്ങോട്ട് വരിക, ചിലപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ ജോർജ് കുട്ടി അങ്ങോട്ട് വരും. ഏതവസരത്തിലാണെങ്കിലും ജോർജ് കുട്ടിയെ കാണുമ്പോൾ ഞാൻ വണ്ടിയൊന്ന് സ്ലോ ചെയ്യും. ജോർജ് കുട്ടി പൊടിയില്ലെന്ന് ചോദിക്കും, ഇല്ല കുറഞ്ഞു. ഒരിക്കൽ പോലും വണ്ടിയിൽ കയറി ഒരു വശത്തോടൊന്ന് ചെരിഞ്ഞു. എന്തെല്ലാമോ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ പോകും. ഞാൻ അറിഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം വരെ ചിന്തിച്ചിരുന്നത് ആ നടപ്പ് അടംപള്ളി കൊണ്ട് അവസാനിക്കുന്നു. പക്ഷെ പിന്നീട് അറിഞ്ഞത് അടംപള്ളി വന്നിട്ട് പിന്നെ കൽക്കൊട്ട് പിന്നെ വീട് വരെ ആ നടപ്പ് തുടരുമെന്ന്. അത് ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുക. ജോർജ് കുട്ടിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം 1995 കേരള നിയമസഭ കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് പാസ്സാക്കി, അതനുസരിച്ചുള്ള ചട്ടങ്ങളും ഒക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ട് ഉള്ള തിരഞ്ഞെടുപ്പ് നടത്തി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അധികാരം ഏറ്റെടുത്ത 1995. അന്ന് മുതലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഞാൻ ആദ്യത്തെ കൗൺസിലിൻ്റെ കോട്ടയം ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ജോയിന്റ് സെക്രട്ടറി. പിന്നീട് തുടർച്ചയായി 20 വർഷക്കാലം കോട്ടയം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയും ഇപ്പോൾ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും. ഈ കാലഘട്ടങ്ങളിലെല്ലാം നാഷണൽ ലൈബ്രറി കോത്തല ആ ലൈബ്രറിയുമായിട്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇപ്പോൾ നിലവിലുള്ള കെട്ടിടമല്ല, അതിന് മുകളിൽ റബ്ബർ തോട്ടത്തിൽ ഒരു കെട്ടിടത്തിലായിരുന്നു നാഷണൽ ലൈബ്രറി ദീർഘകാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ആദ്യകാലത്തെല്ലാം അതിൻ്റെ പ്രവർത്തനത്തിൽ ജോർജ് ഇടക്കാലത്ത് ജോർജ് അതിൽ നിന്ന് മാറി. നന്മദ സാറുമൊക്കെ അതിൻ്റെ പ്രസിഡന്റൊക്കെ ആയിട്ട് വന്ന് ആ കാലഘട്ടമായപ്പോഴേക്കും ആ ലൈബ്രറി അത് ജീർണിച്ച ഏത് സമയത്തും നിലം പൊത്താമെന്നുള്ള സ്ഥിതിയിലായി. അപ്പം ഞങ്ങളവിടെ പരിശോധനയ്ക്കൊക്കെ വരുമ്പോൾ ബന്ധപ്പെട്ട ആളുകളോടെല്ലാം കുറേ ജോലിയൊക്കെ ആയിട്ട് സംസാരിക്കും, നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ അന്നാണ് ജോലി പറയുന്നത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. താഴെ നമുക്ക് സ്ഥലം കിട്ടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കെട്ടിടം പണിയാനുള്ള സാഹചര്യം ഉണ്ടാകും. ഏതായാലും അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള ജോലിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് താഴെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം സ്ഥാപിക്കാൻ സാധിച്ചത്. അത് സ്ഥാപിച്ചതിന് ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വായനയെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാനോർക്കുന്നുണ്ടായി ഒട്ടേറെ സമയങ്ങളിലായി കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള ക്ലാസ്സുകൾ, കാർഷിക നടീൽ വസ്തുക്കൾ അവിടെ വെച്ച് വിതരണം ചെയ്യുക, അതോടൊപ്പം തന്നെ ഒരു ക്യാൻസർ രോഗിക്ക് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചുകൊണ്ട് ആ സഹോദരിയുടെ ചികിത്സയ്ക്കുള്ള ഫണ്ടുണ്ടാക്കാൻ അതിനെല്ലാം നേതൃത്വം കൊടുത്തത് പ്രിയപ്പെട്ട ജോർജ് കുട്ടി. അപ്പോൾ അതിന്
വൈദ്യശാലയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജോർജ് കുട്ടിയും പ്രിയപ്പെട്ട ഷാജി കെ എബ്രഹാമും ഒട്ടേറെ തവണ വീട്ടിൽ വരികയും ആ ലൈബ്രറിയെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റാമെന്നുള്ളതിനെ പറ്റിയുള്ള നിരന്തരമായ ചർച്ചകൾ നടത്തിയിരുന്നു. ആ ലൈബ്രറിയിൽ കൂടി, അതിൻ്റെ പ്രവർത്തനത്തിൽ കൂടി നമ്മുടെ ഈ കോത്തള പ്രദേശത്തുള്ള ആളുകളെ വായനയുടെ ലോകത്തേക്ക് അറിയിക്കുക, അതായിരുന്നു ലോകത്തിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ലക്ഷ്യം. ഒരു സംസ്കാരമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് വായനയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വായനയെ പരിപോഷിപ്പിക്കുന്നതിന് അതിൻ്റെ പ്രധാനപ്പെട്ട ഉപകരണമായിട്ട് നാഷണൽ ലൈബ്രറി കോത്തലെ മാറ്റിയെടുക്കാൻ. അപ്പോൾ നമുക്കറിയാം, ജോർജ് കുട്ടി വിദ്യാഭ്യാസ കാലത്ത് മുതലേ നല്ല വായനക്കാരനായിരുന്നു. തുടർന്ന് ചങ്ങനാശ്ശേരിയിലെ ബുക്ക് സ്റ്റോളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ബുദ്ധിജീവികളുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി അവിടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയെല്ലാം അവിടേക്ക് ആകർഷിച്ചുകൊണ്ട് അവരെ എല്ലാം വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരിക, വായിച്ച വിവേകമുള്ളവരാക്കി മാറ്റിയെടുക്കുക, അതിനാവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക, അതെല്ലാം ജോർജ് കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ജോർജ് കുട്ടിയായിട്ട് എനിക്ക് എൻ്റെ വൈഫിൻ്റെ അമ്മ വീടാണ് ഇവിടെ തലക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നേരത്തെ ബന്ധപ്പെടുകയും ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വൈഫുമായിട്ട് അവിടെ കുപ്പമല വരുമ്പോൾ അവിടെയായിരുന്നു അന്ന് അഭിപ്രായമൊക്കെ താമസിക്കുന്ന സമയം. അതിനുശേഷമാണ് മെയിൻ റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റിയൊക്കെ വരുന്നത്. ഏതായാലും ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ജനതയെ എങ്ങനെ സംസ്കാര സമ്പന്നരാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതായിരുന്നു ജോർജ് കുട്ടിയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു വേവലാതി തന്നെ. പലപ്പോഴും അവിടെ നാഷണൽ ലൈബ്രറിയുടെ പ്രവർത്തനം മന്ദഗതിയിലാകുമ്പോൾ അതിനെ വീണ്ടും ഉത്തേജിപ്പിക്കാൻ അതിൻ്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒക്കെ ആകാതെ തന്നെ മറ്റുള്ളവരെ എല്ലാം ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് മാറ്റുക, ഒരുപാട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രചോദനം കൊടുക്കാൻ, അവർക്ക് പ്രസംഗങ്ങൾ എഴുതി കൊടുക്കാൻ, അവരെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാനെല്ലാം ജോർജ് കുട്ടി അശ്രാന്തമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ജോർജ് കുട്ടിക്ക് ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ല. മരണവാർത്തയാണ് അറിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നും ജോർജ് കുട്ടി നമ്മുടെ ഇടയിൽ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള അനുഭവം. പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാമ്പാടിയിൽ നിന്ന് സൗത്ത് പാമ്പാടിയിലേക്ക് പോകുമ്പോഴും സൗത്ത് പാമ്പാടിയിൽ നിന്ന് പാമ്പാടിയിലേക്ക് പോകുമ്പോഴും ജോർജ് കുട്ടി വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കണം. അത്രമാത്രം എൻ്റെ ജീവിതമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ജോർജ് കുട്ടി. അപ്പോൾ അദ്ദേഹത്തെ ഈ രണ്ടാം ചരമ വാർഷിക ദിനത്തിൽ അതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് ആ ഒരു അനുസ്മരണം നടത്താൻ തയ്യാറായത് ഏറ്റവും ഉചിതമായിട്ടുണ്ട്. ജോർജ് കുട്ടി എന്തൊക്കെ
ആദർശങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്നു. ആ ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നതിന് നമ്മുടെ നാഷണൽ ലൈബ്രറിയുടെ പ്രവർത്തനം ഇന്ന് തൃപ്തികരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ടും ഉള്ള ഒരു പ്രവർത്തനത്തിലൂടെ ജോർജ് കുട്ടിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല കടമ ആ ലൈബ്രറിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക. അതിലൂടെ നമ്മുടെ ഗോത്ര പ്രദേശത്ത് വളർന്നു വരുന്ന തലമുറയിൽ കൂടുതൽ കൂടുതൽ സംസ്കാര സമ്പന്നരായി വളർന്നു വരുന്നതിന്, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്, നല്ല അറിവ് നേടുന്നതിനൊക്കെ നമ്മുടെ നാഷണൽ ലൈബ്രറിയെ സജ്ജമാക്കാൻ ഈ അനുസ്മരണ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. തീർച്ചയായിട്ടും അതായിരിക്കും ജോർജ് കുട്ടിയോട് നമുക്ക് കാണിക്കാനുള്ള ഏറ്റവും ഉചിതമായ ഒരു കർത്തവ്യമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ജോർജ് കുട്ടിയിൽ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ 1000 പ്രോത്സാഹനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അനുസ്മരണ പ്രസംഗത്തിനായി ഗവേഷകനും എഴുത്തുകാരനുമായ ശ്രീ രതീഷ് നാരായണനെ ക്ഷണിക്കുന്നു. അനുസ്മരണം എന്നതിന് ആധാരമായിട്ടുള്ളത് അനുഭവങ്ങളാണ്. ഒരാളെ അനുസ്മരിക്കണമെങ്കിൽ എന്താണ് അനുഷ്ഠാനം അല്ലെങ്കിൽ ആധാരം എന്ന് ചോദിച്ചാൽ ആ ആള് നമ്മുടെ ജീവിതത്തിലേക്ക് ആളുമായി ചെലവഴിച്ചപ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് സ്മരണയ്ക്ക് ദീപ്തമായിരിക്കുന്നത്. സാധാരണ വളരെ കുറച്ചു കാലത്തെ ഇടപഴകാൻ പറ്റുള്ളെങ്കിലും അക്ഷരത്തിലേക്കും എഴുത്തിലേക്കും ഒക്കെ ബന്ധപ്പെട്ടപ്പോഴാണ് ജോർജ് കുട്ടി സാറിനെ പരിചയപ്പെടുന്നത്. സാറിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാട് സഭയായാലും ഇപ്പോൾ സൺഡേ സ്കൂളിലെ പ്രവർത്തനം, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം, പബ്ലിഷിംഗ് രംഗത്ത് ഒരു ഡിജിറ്റൽ സംഘത്തിൽ, അങ്ങനെ വ്യത്യസ്തമായ ഇടങ്ങളിലെല്ലാം തന്നെ സാറ് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവയിലൊക്കെ ഒരു മാനവികമായ കാഴ്ചപ്പാടിലൂടെ സമത്വ ദർശനത്തോടെ ആൾക്കാരോട് പെരുമാറാനും അവരെയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാനുമായിട്ടുള്ള ഒരു ശ്രമം സാറിൻ്റെ ഭാഗത്ത് ഇപ്പോഴും കാണാം. അങ്ങനെയാണ് അവിടുത്തെ ഈ ദില്ലേബ് പബ്ലിക്കേഷൻസിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ തൊട്ടിപ്പുറകെ ഒരു മുറിയുണ്ട്. ആ മുറിയിൽ പല വിഷയങ്ങൾ, പലരും വരുമ്പോഴും പല വിഷയങ്ങളാണ്. കൃഷിക്കാർ വരുമ്പോൾ സാർ കൃഷി സംബന്ധമായ വിഷയങ്ങൾ പറയുന്നത് കേൾക്കാം. സഭയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വരുമ്പോൾ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് കേൾക്കാം. ഇനി അവിടെ സാറിൻ്റെ അടുത്ത് പണം ചോദിച്ച് ഭിക്ഷ ചോദിച്ചു വരുന്നവരോട് മറ്റു പല നാട്ടുവിശേഷങ്ങളും അങ്ങനെയുള്ള പ്രകൃതി സ്നേഹികളോട് അത് പറയുന്നത് കേൾക്കാം. അങ്ങനെ വ്യത്യസ്തമായ മനുഷ്യരോടെല്ലാം ഏകമുഖത്തോടുകൂടി സാറിൻ്റെ സൗഹൃദത്തിൽ ഞാൻ നോക്കിക്കണ്ട ഒരു പ്രധാന കാര്യം സാറിൻ്റെ വിധികളിലെ ഈ സൗഹൃദത്തിന് വല്ലാത്തൊരു സ്നേഹക്കാഴ്ചയുണ്ട്. എല്ലാ മനുഷ്യരെയും നോക്കിക്കണ്ട് പരിചയപ്പെടുമ്പോൾ നമ്മൾ അവരുടെ ബാഹ്യമായ ജോലിയോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും നമ്മുടെ പരിഗണന വരുന്നത്. സാർ ഈ വ്യക്തിയെ അറിയാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാറുണ്ട്. ആ വ്യക്തിയെ പ്രത്യേക നോട്ടങ്ങൾ കൊണ്ട് ദിനം പ്രതി നോക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇറങ്ങാനും അവർക്കുള്ള പ്രശ്നങ്ങൾ കൂടെ സാർ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇവിടെ നോക്കാറുണ്ട്. നമുക്ക് നമ്മളോട് വരുമ്പോൾ എത്ര രൂപ കരച്ചാലിൽ നിന്നാണ് ഞാൻ DGP ചെയ്യാൻ വരുന്നത്. ഇത്രയും കരച്ചാലിൽ വളരെ DGP സെൻ്ററുകൾ ഉണ്ടെങ്കിലും സാറിൻ്റെ അടുത്ത് ഇത്രയും ദൂരം വരുന്നത് സാറ് പകർന്നു തരുന്ന ചില പാഠങ്ങളുണ്ട്.
ഉച്ചരിക്കുന്നതിന് പ്രശ്നം വന്നപ്പോൾ ആ ഉച്ചാരണം ശരിയാക്കാൻ സാർ ശ്രമിക്കുന്നു. ഇത് എന്നോട് മാത്രമല്ല, അവിടെ വരുന്ന കുട്ടികളോടും അവിടെ വരുന്ന എഴുത്തുകളോടും ഒക്കെയുള്ള സാറിൻ്റെ ബഹുതല സ്പർശിയായ സമീപനമാണ്. ഇത് ഏകമായിട്ടുള്ളൊരു പ്രവർത്തനമല്ല. അതാണ് ഏറ്റവും ആകർഷണീയമായി തോന്നിയത്. സാറ് ഈ എഴുത്തിലൊക്കെ പെശകുകൾ വരുമ്പോൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്. പിന്നെ എന്നെ പലപ്പോഴും സാറ് ചില കഥകൾ നിരന്തരം പല ആവർത്തി പറയാറുണ്ട്. പ്രശസ്തമായ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഒരു കോളേജിൽ വലിയൊരു മുതിർന്ന അധ്യാപകൻ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിൽ വായിച്ചു ആകാശപ്പൂക്കാരൻ. സാറെപ്പോഴും പറഞ്ഞൊരു കഥയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഗദ്യം ഇങ്ങനെ പിള്ളേരെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ആകാശപ്പൂക്കാരൻ എന്നൊരു വാക്ക് വായിച്ചു. പിള്ളേർ കൂട്ടച്ചിനെയാണ്. ശരിക്കും ആ കശാപ്പുകാരനായിരുന്നു. വായിച്ചു വന്നപ്പോൾ പെട്ടെന്ന് ആ പദം അങ്ങനെ ചേർന്ന് വന്നു. പിന്നീട് ഏകദേശം ഈ പ്രൊഫസർ ഈ സാറ് മരിച്ചു കഴിഞ്ഞു. ഈ സാർ ഇന്നയാളെ മരിച്ചു, ഈ ആകാശപ്പൂക്കാരൻ സാറ് മരിച്ചു എന്നൊരു പേര് അത്രത്തോളം അത് ആ ഒരു തെറ്റിങ്ങനെ പടർന്നു പോയി. അപ്പൊ സാർ എന്നോടൊക്കെ പറയും, ഈ വായിക്കുമ്പോൾ, കാരണം ചിലപ്പോൾ വായിക്കുന്നത് പറയുന്നതും വെച്ച് നാം എഴുതാറുണ്ട്. അപ്പം മൊഴിയെയും എഴുത്തിനെയും തിരുത്താനുള്ള സാറിൻ്റെ ശ്രമം, ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞ പോലെ ഭാഷയ്ക്ക് സാറ് നൽകിയ വലിയ സമഗ്ര സംഭാവനയാണ്. അതിങ്ങനെ ഇപ്പം ഇന്നായാലും കഴിഞ്ഞ ദിവസമായാലും നോട്ടീസ് ഇട്ട് തന്ന നിമിഷം വരെ സാറിന് പകർന്നു തന്നൊരു പാഠത്തിൽ നിന്ന് ഞാൻ ചിന്തിച്ചിട്ട് അതിൽ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് പറയാൻ ഒരു ആർജവം കാണിച്ചു. സാറ് പറഞ്ഞു, പലപ്പോഴും ഈ തെറ്റുന്ന വാക്കിനെ തിരുത്താൻ ഒരു ആരും ആർജവം കാണിക്കില്ല. ആ ആർജവം കാണിക്കുമ്പോഴാണ് നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളാണ്, ഒരു ഭാഷാസ്നേഹിയാണ് തെളിയുന്നത്. അല്ലാതെ അവരെങ്ങനെയും തെറ്റിക്കോട്ട് പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും അത് വിചാരിക്കരുത്. തിരുത്തേണ്ടടുത്ത് തിരുത്തി പോകണം. ഇല്ലെങ്കിൽ ഒരു കുട്ടി ഈ നോട്ടീസ് കണ്ടായിരിക്കും നാളെ ആ വാക്ക് പഠിക്കുന്നത് എന്ന് പറയും. മറ്റൊന്ന്, സാറില് കാണാൻ പറ്റിയ മറ്റൊരു ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്, സാർ പലരെയും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മനസ്സിലേക്ക് നോക്കി പലരെയും ചേർത്ത് നിർത്തുന്ന ഒരു പാഠം. അവിടെ ഒരിക്കൽ ഞാൻ വിമയിൽ ചെന്നപ്പോൾ ഒരു സോപ്പൊടിയൊക്കെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഒരാൾ ഒരു ചെറിയൊരു പോസ്റ്റർ അടിക്കാൻ വന്നു. ഇദ്ദേഹത്തിൻ്റെ കുറേ നേരം സാർ ശ്രദ്ധിച്ചിട്ട് കച്ചവടം എങ്ങനെയുണ്ട് ഇതെല്ലാം സാർ വീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് ചെറിയൊരു പേപ്പർ, ആ നോട്ടീസിന് കൊടുക്കാനുള്ള പൈസ ഒരു പേപ്പറിനകത്താണ് അദ്ദേഹം കൊടുത്ത് പിടിച്ചേക്കുന്നത്. ഈ പൈസ എടുക്കുമ്പോഴും ഒക്കെ സാർ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ വന്ന് ഓരോ ആൾക്കാരോടും പറഞ്ഞു, ഇദ്ദേഹത്തിൽ നിന്നൊരു സോപ്പ് മേടിക്കണം, ഒരു സോപ്പ് പൊടി എടുക്കണം, ഒരു വാഷിംഗ് ഡിറ്റർജന്റ് എടുക്കണം. അവിടെ വന്ന് ഏകദേശം കുറെ പേര് അത് മേടിക്കുകയും ചെയ്തു. സാർ അത് അവിടെ വെച്ച് വിൽക്കാനായിട്ടുള്ള ആഗ്രഹം കാണിച്ചു. അങ്ങനെ അനേകം പേരെ സാറ് സഹായിക്കുന്നത്, മനസ്സ് നിറഞ്ഞ് സഹായിക്കുന്ന കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ ചോദിക്കും, സാറേ അത് വേണോ, ആളെ സഹായിക്കണമെന്ന് ചോദിക്കുമ്പോൾ സാറ് പറയുന്നു, ഒരാളെ സഹായിക്കുമ്പോൾ ആരുടെയും ചരിത്രം അന്വേഷിക്കേണ്ട, അവരെങ്ങനായിരുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗതികേടാണ് ഒരാളെ മുന്നിൽ കൈ നീട്ടുക എന്നുള്ളത്. ആ ഇതിനെ മനസ്സിലാക്കി, ആ സാഹചര്യത്തെ മനസ്സിലാക്കി കൊടുക്കാനുള്ള കൊടുക്കുക. അല്ലാതെ അവരുടെ ഹിസ്റ്ററി കരുതിയിട്ട് അവർ പണ്ട് ഇങ്ങനായിരുന്നു നമ്മൾ അന്വേഷിക്കേണ്ട. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം സാറിനെ അനുകരിക്കേണ്ട മാതൃകയാണെന്ന് ഞാനിവിടെ പറയാൻ അല്പം ഭയപ്പെടുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാറിനെ അനുകരിക്കാവുന്നതല്ല എന്നുള്ള വാസ്തവം എനിക്കറിയാം. കാരണം സാറിൻ്റെ ഈ നല്ല മനസ്സിനെ പലരും ചൂഷണം ചെയ്യുന്നത് പിന്നീട് നേരിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. പല ആവശ്യങ്ങൾ പറഞ്ഞ് സാറിൻ്റെ അടുത്ത് വരികയും അവർക്ക് ജീവിതം കരുപിടിപ്പിക്കാൻ പല ബിസിനസ്സുകൾ പലതും തുടങ്ങണമെന്ന് പറഞ്ഞ് സാറ് തനിക്കില്ലെങ്കിൽ പോലും അതിനെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ട് അവരെല്ലാം ഒരു നേരമായിട്ട് സാറിൽ നിന്ന് ഒഴിഞ്ഞുപോയി. എന്നാൽ ആരോടും പരാതിയില്ല, അവരുടെ ഒരു കുറ്റവും ഒരാളുടെയും കുറ്റവും കുറവുകളൊന്നും പറയില്ല. ഒരിക്കൽ ഞാനൊരു ലേഖനം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഈ ആയുർവേദത്തിലെ പ്രമാണമില്ലാത്ത ആയുർവേദ വക്താക്കൾ ധാരാളം, അവരെ പറ്റി ഒരു ലേഖനം എടുത്തുകൊണ്ട് വന്നപ്പോൾ എന്നോട് സാറ് പേഴ്സണലി പറഞ്ഞു, പ്രതീക്ഷിച്ചത് പ്രസിദ്ധീകരിക്കരുത്, എങ്ങും അയച്ചു കൊടുക്കരുത്. കാരണം ഇവിടെ 1-2 പേര് പ്രമാണിക്കായി ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, 2-3 പേര് ഈ യൂട്യൂബ് നടത്തുന്നവരുണ്ട്.
സാറിനൊരു വിശാലമായത്. ഞാൻ പലപ്പോഴും സാറ് തോന്നിയിട്ടുള്ളത് ഈ സാറിൻ്റെ ഒരു മതം, സാറിന് തീർച്ചയായും ഇവിടെ ഈ അത്താരയുടെ മുന്നിൽ സാറിനെ അനുസ്മരിക്കുമ്പോൾ സാറിൻ്റെ ഓർമ്മകളിലെല്ലാം ഒരു ഡിവൈനിറ്റി അതിൽ വരികയാണ്. ശരിക്കും അത് അർപ്പിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം പരിധി വിട്ടു ഒരു ബിസിനസ് സങ്കല്പങ്ങൾക്കും അപ്പുറം സാറ് അവിടെ ഇരുന്ന് പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. ലിംബയിൽ ചെന്നപ്പം കണ്ടിട്ടുണ്ടാകും, ഞങ്ങളുടെ പേര് പറയുന്നത് പ്രായമുള്ള ഒരാളാണ് ജോലി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ ആളുടെ സേവനത്തിൽ നിന്ന് സാറിന് പ്രോഫിറ്റും കാര്യമായി കിട്ടാനുള്ളതല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബം നടക്കണം, അദ്ദേഹം ജീവിക്കണം, അങ്ങനെയുണ്ട്. അതുപോലെ ഞങ്ങളുടെ വണ്ടിക്കൂലി എത്ര വരും, അല്ലെങ്കിൽ ചാർജ് എത്ര, കരച്ചാലിനോട് വന്ന് നിങ്ങൾക്ക് DTP ആവാൻ ആ പൈസ കുറച്ച് നിങ്ങൾക്കൊരു മൂല്യം കിട്ടണം. അങ്ങനെയൊക്കെ കരുതുന്ന സാറിൻ്റെ വലിയ ചിന്തകളെന്ന് പറയുന്നത് നമുക്കതിന് ഒരു അതുല്യമാണ്. അതിനൊന്നും പകരം വെക്കാനോ ഒന്നും ഇല്ല. പക്ഷെ സാറിൻ്റെ ഈ കാരുണ്യത്തെ, വഴിഞ്ഞൊഴുകുന്ന കാരുണ്യത്തെ പലരും അതിനെ മറ്റു പല തലങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ഇത്രയും കാരുണ്യം ഒരിക്കലും അനുകരിക്കപ്പെടാവുന്നതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് സാറിൻ്റെ ഓർമ്മകൾ സജീവമായി നിലനിൽക്കുമ്പോൾ എൻ്റെ എഴുത്തിലും എൻ്റെ പുസ്തക പ്രകാശനങ്ങളിലും എൻ്റെ ഈ അറിവിൻ്റെ അന്വേഷണങ്ങളിലുമെല്ലാം സാർ എന്നും സജീവമായിട്ട് ജീവസ്വത്ത് നിൽക്കും. കാരണം സാർ പകർന്നു തന്ന പാഠങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. അതൊരു പരമ്പര പോലെ പകർത്തപ്പെടേണ്ടതാണ്, പകർന്നു പോകുക തന്നെ ചെയ്യും എന്നുകൂടെ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് സാറിൻ്റെ ആദ്യമായ സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാവനമായ അന്തരീക്ഷത്തിൽ സാറിനെ ഓർക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു വലിയ ധന്യ നിമിഷത്തെ ഇന്നിവിടെ സ്മരിച്ചുകൊണ്ട് സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശതകോടി പ്രണാമം. സാറിന്റെ വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. അടുത്തതായി OSSC കോട്ടയം ഭദ്രാസന ഡയറക്ടർ ശ്രീ വിനോദ് എൻ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഏറ്റുമാനൂരിനായ KP ശ്രീരാമൻ സാറ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സർവാദരണീയനായ CM മാത്യു സാറ്, മന്ദിനായ അച്ഛൻ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സ്നേഹിതരെ, പ്രിയപ്പെട്ട ജോർജ് സാറിനെ അനുസ്മരിക്കാൻ വേണ്ടി സെക്യൂർ ദേവാലയത്തിൻ്റെ അതുപോലെ ഗോത്ര പ്രദേശത്തെ സുഹൃത്തുക്കൾ ഇത്തരത്തിലൊരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചതിന് പ്രത്യേകമായ സ്നേഹവും നന്ദിയും സംഘാടകരോട് അറിയിക്കുകയാണ്. കാരണം ബന്ധങ്ങളൊക്കെയും കാര്യസാധ്യത്തിനുള്ള ഉപാധികളായി മാത്രം അടംബദിച്ചിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഹൃദയത്തിൽ ഈ നല്ല സുഹൃത്തിനെ സൂക്ഷിക്കുവാനും ആ നല്ല ഓർമ്മകൾ, അതിൻ്റെ സ്മരണകൾ, സന്ദേശങ്ങൾ പുതിയ തലമുറയിലേക്ക് പങ്കുവെക്കുവാനും കാണിച്ച ശ്രേഷ്ഠ മാതൃക ഉദാത്തമാണ് എന്ന് ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. സത്യത്തിൽ ജോർജ് കുട്ടി സാറും ഞാനുമായിട്ട് പതിറ്റാണ്ടുകൾ നീളുന്ന ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ, അധികം സംസാരിക്കുന്നില്ല, എന്നാൽ ജീവിതത്തിൽ ചില നിലപാടുകളുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട സാർ എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, നിലപാടുകളെ, തൻ കാലാകാലങ്ങളിൽ എടുക്കുന്ന നിലപാടുകളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സ്ഥാപിക്കുവാൻ വേണ്ട ഒരു ബൗദ്ധികമായ ഒരു ആർജവത്വം, ഒരറിവ് അദ്ദേഹം കാലാകാലങ്ങളിൽ വായനയിലൂടെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയും ആർജിച്ചിരുന്നു എന്നുള്ളതും ഞാൻ ദൂരത്ത് നിന്ന് നോക്കിക്കണ്ടിട്ടുണ്ട്. കോത്തല സെക്യൂർ യുവജന പ്രസ്ഥാനത്തിന്റെ വലിയ സജീവ പ്രവർത്തകനും ഈ ദേവാലയത്തിന്റെ ഒരു പേര് മലങ്കരയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തികളിൽ പ്രധാനപ്പെട്ട ഒരാളുമായിരുന്നു ജോർജ് സാർ. ആളുകൾക്ക് സാക്ഷ്യമുള്ള പ്രവർത്തനങ്ങൾ, നല്ല സന്ദേശങ്ങളിലൂടെ നൽകിയ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായിട്ട് ഈ ദേവാലയത്തിൽ വളർന്നു വന്നിരുന്നു. അതിൽ
സാറ് വഹിച്ചിരുന്നു. അതോടൊപ്പം ഇവിടുത്തെ സൺഡേ സ്കൂളുകളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ദൈവരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ടുള്ള സാക്ഷ്യമുള്ള ജീവിതവും അദ്ദേഹം നടത്തിയിരുന്നു. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ സൺഡേ സ്കൂൾ മേഖലയിൽ നിന്ന് മാറിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറെന്തിനാണ് സൺഡേ സ്കൂൾ അധ്യാപകൻ എന്ന തലത്തിൽ നിന്ന് മാറുന്നത് എന്ന് ചോദിച്ചത്. ഒരു എളിയ ചുമതലക്കാരൻ നിലയിൽ ഞാൻ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള അധ്യാപകരെ കടന്നു വരേണ്ടത് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ പയ്യെ സ്ഥലം കാലിയാക്കുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രിയ ഭക്തിയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ വർഷം സൺഡേ സ്കൂൾ പാമ്പാടി ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും മികച്ച അധ്യാപികയെ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ രാജേഷ് സാർ അടക്കമുള്ള ഒരു കമ്മിറ്റിയാണ് ആ കാര്യങ്ങൾ അതിൻ്റെ ഒരു സെലക്ഷൻ നടത്തിയത്. അപ്പോൾ ഞാൻ രാജേഷ് സാറിനോട് ചോദിച്ചു, കുറേയേറെ ആളുകളുടെ പേര്, അധ്യാപകരുടെ പേര് പല പള്ളികളിലും. അപ്പോൾ രാജേഷ് സാറിനോട് ചോദിച്ചു ടീച്ചർ. അപ്പോൾ ടീച്ചർ സാറ് പറഞ്ഞു, എത്ര സൗമ്യമായി കുട്ടികൾക്ക് വേണ്ടി ഇത്ര ഭംഗിയായിട്ട് ഭവ്യതയിൽ അവതരിപ്പിക്കുന്ന ഒരു ടീച്ചർ, അത് നല്ല മാതൃകയുള്ള ടീച്ചറാണ്. അപ്പോൾ ഞങ്ങളവിടെ ആലോചിച്ച സമിതി ഒന്നാകെ ഏകകണ്ഠമായിട്ട് ടീച്ചറിനെ ഏറ്റവും മികച്ച ഒരു അധ്യാപികയായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ അവസരത്തിൽ ഒന്ന് അനുസ്മരിച്ചു എന്ന് മാത്രമേ. പ്രിയപ്പെട്ട ജോർജ് കുട്ടി സാറുമായിട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഞങ്ങൾ ഒന്നിച്ച് നിരന്തരമായിട്ട് യാത്രകൾ ചെയ്തിരുന്നവർ ചെറുപ്പ കാലഘട്ടങ്ങളിൽ. ആലപ്പുഴയിലൊക്കെ നമ്മുടെ അയൽക്കൂട്ട പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്ന പ്രിയപ്പെട്ട പങ്കജാശക്കുറുപ്പിന്റെ ഒരു പ്രസ്ഥാനത്തിൽ പോവുകയും അവിടുത്തെ പുസ്തകങ്ങളൊക്കെ വാങ്ങുകയും വായിക്കുകയും അവിടെ പോയി പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നെന്ന പോലെ എൻ്റെ സ്മരണയിലുണ്ട്. അവിടുന്ന് ലഭിച്ചിരുന്ന സാധാരണ വെജിറ്റേറിയൻ ഫുഡ്, അതായത് പ്രകൃതി ജീവനത്തിന്റെ ഫുഡൊക്കെയാണ് അവിടെ ചെല്ലുമ്പോൾ ആ സമ്മേളനത്തിന്റെ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഓർക്കുകയും മുളപ്പിച്ച ആഹാരങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ആ യാത്രകൾക്കൊക്കെ ഒരു നേതൃത്വം വഹിക്കുകയും ഞങ്ങളെയൊക്കെ കൊണ്ടുപോവുകയും അതിന്റെ ആ സന്ദേശങ്ങളിലേക്ക് ആകർഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഭയങ്കരനായ ഒരു സംസ്കാര നായകനായിരുന്നു പ്രിയപ്പെട്ട ജോർജ് കുട്ടി സാർ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മനസ്സിലിങ്ങനെ എത്തുകയും അവിടെ കളക്ട് ചെയ്ത പുസ്തകങ്ങൾ എൻ്റെ വീട്ടില് ഈ കുറേയേറെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ നമ്മുടെ രാഷ്ട്രീയവും മതപരവും സമുദായവും അതുപോലെ സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെ ശേഖരത്തിൽ ഞാൻ ഈ ആലപ്പുഴയിൽ വാങ്ങിയ പുസ്തകങ്ങൾ ഞാൻ എടുത്തെടുത്ത് ഇടയ്ക്ക് വായിച്ചുള്ള നേട്ടം പുതിയ പുതിയ ആശയങ്ങൾ, ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ആശയങ്ങളെ ആ പുസ്തകങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് സംവേദിപ്പിച്ചു തരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കൂട്ടായ്മകൾക്ക് കൂടി വരുവാനായിട്ടുള്ള ഒരു പ്രചോദനം നൽകിയ ഒരു മാന്യ സുഹൃത്തായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പൊതുവിടങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും യുവാക്കളാണെങ്കിലും പൊതുസ്ഥലങ്ങളിലേക്ക് പോകാൻ വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു മരണ വീട്ടിലെ വിവാഹ സ്ഥലത്ത് ദേവാലയങ്ങളിലെ സമ്മേളനങ്ങളിൽ നിന്നെല്ലാം മാറി ഏകാന്തമായിട്ട് മൊബൈലുമായി കഴിയുന്ന ഒരവസ്ഥയിൽ കൂടുതൽ പൊതുവിടങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് വിശാലമായ ഒരു കാഴ്ചപ്പാടോടെ പ്രവർത്തിച്ച ആളായിരുന്നു ജോർജ് കുട്ടി സാർ. കാരണം ഇവിടെ പറഞ്ഞ ലൈബ്രറി അടക്കമുള്ള സാംസ്കാരിക വേദികളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു സമൂഹത്തെ മുഴുവൻ വാർത്തെടുക്കുവാനും സംസ്കരിച്ചെടുക്കുവാനും സാറിന് സാധിച്ചു എന്നുള്ളത് ശ്രേഷ്ഠമായ കാര്യമാണ്. അങ്ങനെ പലർക്കും സാധിക്കുന്നില്ല. പല ആളുകളും മതങ്ങളിലേക്കും അതുപോലെ തന്നെ അവർ ഉൾപ്പെടുന്ന രാഷ്ട്രീയത്തിലേക്കും സംഘടനകളിലേക്കും മാത്രമായിട്ട് പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തുമ്പോൾ പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ജീവിതം തന്നെ ഉപയോഗിച്ച ജോർജ് കുട്ടി സാറിന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം സൺഡേ സ്കൂൾ അധ്യാപകനായിട്ടും യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിട്ടും ഒക്കെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് പൊതുവെ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ വിസ്മരിക്കാനാവുന്നു. ഞാൻ സൺഡേ സ്കൂളിന്റെ ഡയറക്ടറായിട്ട് 2020 ചാർജ് എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ കാണുമ്പോൾ അധികം സംസാരിക്കത്തില്ല, കുറച്ച് വാക്കുകളൊക്കെ സംസാരിക്കുള്ളൂ സാർ. ഞാൻ കുറച്ച് കൂടുതൽ സംസാരിക്കും, സാർ കുറച്ച് സംസാരിക്കും. അപ്പോൾ സാറിനോട് പറഞ്ഞു, സൺഡേ സ്കൂൾ ഡയറക്ടറൊക്കെ ആയത് നല്ലതാണ്, പക്ഷേ ക്രൈസ്തവരെ ഒന്നായി കാണുവാനായിട്ടുള്ള ഒരു വിശാല കാഴ്ചപ്പാടിലേക്ക്, അതായത് വിഭാഗീയതയുടെ ഒരു സമുദായ സങ്കല്പത്തിൽ നിന്ന് മാറി
ക്രിസ്തുവിന്റെ ഒരു വിശാലമായ കാഴ്ചപ്പാട് കുട്ടികൾക്ക് കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ മാത്രമേ പ്രസ്ഥാനം വിജയിക്കുള്ളൂ. ക്രിസ്തു പാവങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അതുപോലെ തന്നെ സമൂഹത്തിലെ അധസ്ഥിതരുടെയും ഒക്കെ അത്താണിയായിട്ട് നിന്ന ആളാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണമെന്നുള്ള തരത്തിൽ ഒരു സന്ദേശം നൽകിയതായി അവസരത്തിൽ ഓർമ്മിക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. സാറിൻ്റെ ആ ആകസ്മികമായ വേർപാട്, അകാലത്തിലുള്ള വേർപാട് നമ്മുടെ സമൂഹത്തിന് നഷ്ടമാണ്. അദ്ദേഹം കൂടുതലായിട്ട് സമ്പത്ത് സമ്പാദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ പറഞ്ഞ ആളുകളെല്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ഒരു നേർക്കാഴ്ച, ഒരു സാക്ഷ്യം. അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും ദേവാലയക്കാർക്കും സുഹൃത്തുക്കൾക്കും അത് നല്ലവണ്ണം അറിയാം. എന്നാൽ അദ്ദേഹം ആർജിച്ച ചില സമ്പാദ്യങ്ങൾ, ഒന്ന് അറിവിന്റെ സമ്പാദ്യങ്ങളായിരുന്നു. അറിവ്, അതിനപ്പുറമുള്ള ഒരു സമ്പാദ്യം ഒരു മനുഷ്യന്റെ ലോകത്തിൽ ആർജിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം ലാളിത്യത്തിന്റെ ഒരു ജീവിതം, നല്ല മാതൃകയുള്ള ഒരു സ്വഭാവത്തിന്റെ ജീവിതം. നമ്മൾ സാധാരണ ജോലികളൊക്കെ ആയിട്ട് പറയുന്നത് ആരോഗ്യം കുറച്ച് നാൾ കഴിയുമ്പോൾ നശിച്ചു, സമ്പത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നശിച്ചു, ക്യാരക്ടർ, സ്വഭാവം നശിക്കത്തില്ല. അപ്പൊ നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതം, അധികാരങ്ങളൊന്നും വേണ്ടാതെ പിൻപുറങ്ങളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് ഉയർത്തുവാനായിട്ടുള്ള വലിയ ഒരു മാനസിക അവസ്ഥ, അതെല്ലാവർക്കും സാധിക്കത്തില്ല. അത് പ്രിയപ്പെട്ട ജോർജ് കുട്ടി സാർ ഉണ്ടായിരുന്നു. അപ്പൊ അറിവിന്റെ വലിയ ഒരാർജവത്വം ബൗദ്ധികമായ തലത്തിൽ ശേഖരിക്കുവാനും മറ്റുള്ളവരിലേക്ക് അത് സംവേദിപ്പിക്കുവാനും പകർന്നു കൊടുക്കുവാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വലിയ ഒരു സമ്പാദ്യമായിട്ട് ഉണ്ടായിരുന്നത്. രണ്ടാമത്തത്, അദ്ദേഹത്തിന് വലിയ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അധികം സംസാരിക്കത്തില്ലായെങ്കിലും ഹൃദയത്തിൽ അദ്ദേഹത്തെ സൂക്ഷിക്കാൻ പറ്റിയ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്. എനിക്ക് ഇവിടെ എല്ലാവരെയും വ്യക്തിപരമായിട്ട് അറിയുകയും ചെയ്യും. അവരെ അദ്ദേഹത്തിന്റെ ഓർമ്മ ഇത്ര ശ്രേഷ്ഠമായിട്ട് ഉയർത്തുന്നുവെങ്കിൽ അദ്ദേഹം ഉയർത്തിയ ചിന്തകൾ, സൗഹൃദങ്ങൾ അത് വലുതായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളാണ്. പലരെയും അദ്ദേഹം പലരും എത്ര കോടികൾ സമ്പാദിച്ചവരാണെങ്കിലും മരണത്തിനപ്പുറം ഓർമ്മകളില്ലാത്തവരായി തീരുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഹൃദയത്തിൽ ഓർമ്മകളെ സമ്മാനിച്ചു പോകുവാനായിട്ട് പ്രിയപ്പെട്ട ജോർജ് കുട്ടി സാറിനും സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ സമ്പാദ്യമാണ് എന്ന് ഞാൻ ഓർമ്മിക്കുക. മൂന്നാമത്തത്, അദ്ദേഹത്തിന്റെ വലിയ സമ്പാദ്യം ഈ പൊതുസമൂഹത്തിന് വേണ്ടി പൊതുവിടങ്ങൾ സൃഷ്ടിക്കുവാനും ആളുകളെ പൊതുവായി കാണുവാനും മതങ്ങൾക്കും രാഷ്ട്രീയങ്ങൾക്കും അപ്പുറം മനുഷ്യനെന്ന വലിയൊരു വികാരത്തെ ഉയർത്തുവാനും ഉണർത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ആ സമ്പാദ്യങ്ങൾ മൂന്നും വർത്തമാന കാലഘട്ടത്തിൽ പ്രസക്തമാണ്. പ്രിയപ്പെട്ട ജോർജ് കുട്ടി സാറിന്റെ ഓർമ്മകൾ വരും കാലങ്ങളിലും നമുക്കേവർക്കും പ്രചോദനവും സാക്ഷ്യവുമാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ആ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹധർമ്മിണിയോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാവരോടും എല്ലാ സ്നേഹാദരങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകളിലേക്ക് സംസാരിക്കുന്നു. വിനോദ് സാറിന്റെ വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. അനേകം ഗ്രന്ഥങ്ങൾ, ചെറുകഥകൾ, ബൈബിൾ നിരൂപണ ഗ്രന്ഥങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുള്ള ആഗമം പബ്ലിക്കേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ OJ ജോണിനെ അടുത്തതായി ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലിരിക്കുന്ന വികാരിയച്ഛൻ തുടങ്ങി എല്ലാവർക്കും എൻ്റെ വിവാദങ്ങൾ അർപ്പിക്കുകയാണ്. TP ജോർജ് കുട്ടി സാറുമായിട്ടുള്ള എൻ്റെ ബന്ധം ഒരു പതിറ്റാണ്ടിൽ അധികം നീണ്ടു നിൽക്കുന്നതാണ്. ഏറ്റവും ഹൃദ്യമായി അദ്ദേഹവുമായിട്ട് ഇടപെടുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരു എഴുത്തുകാരനും പബ്ലിഷറും എന്ന നിലയിൽ ഞാൻ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവം ഒരളവിൽ അവർണ്ണനീയമാണ്, അവാച്യമാണ്. അദ്ദേഹം അക്ഷരങ്ങൾക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ നാം സ്മരിക്കുകയാണല്ലോ. പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു അദ്ദേഹം. പോരാ, അദ്ദേഹം വിനയാന്വിതനായ ഒരു മാനവികത മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന സഹൃദയനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ജീവിതം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ഇത്രമാത്രം ലാളിത്യത്തോട് ജീവിക്കാൻ കഴിയുന്നത് മഹത്തായ ഒരു കാര്യമാണ്.
അനേകരും പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്നവരാണ്. സമ്പത്ത് മോഹിക്കുന്നവരാണ്. ഇതൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ വേണ്ടുവോളം സമ്പത്ത് ആർജിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭ്യമായതാണ്. പക്ഷെ അതിലുപരിയായിട്ട് തനിക്ക് ലഭ്യമായിരുന്ന സമ്പത്തിന്റെ ഒരു അംശം മറ്റുള്ളവരുമായി പങ്കിടുവാൻ കാണിച്ച ഔത്സുക്യം വളരെ ശ്ലാഘനീയമാണ്. പോരാ, ഈ അറിവ് എന്നുള്ളത് നമുക്ക് വേണ്ടി മാത്രം സ്വരുക്കൂട്ടി വയ്ക്കാതെ മറ്റുള്ളവരുമായി സംവേദനം ചെയ്യുവാനുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രശസ്തമായ ഒരു കാര്യം, സാഹിത്യ ഗീതകമാണെന്ന് പറയാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കാണും. തോമസ് ഗ്രേയുടെ ഇടയ ഗീതകം എന്നുള്ളത്. അതിൽ അദ്ദേഹം വർണ്ണിക്കുന്നത്, അദ്ദേഹം ഒരു ആ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയുടെ ചുറ്റുപാടുണ്ടായിരുന്ന ആ സെമിത്തേരി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വരികയാണ്. അനേകം ഗ്രാമീണർ അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അപ്പോൾ അദ്ദേഹം വിലപിക്കുകയാണ്, ഇവിടെ കിടക്കുന്ന അനേക ഗ്രാമീണർ ആ പ്രകൃതിയോട് മല്ലടിച്ച് കഴിയുന്നവരായിരുന്നു. പക്ഷെ അവർക്ക് പലർക്കും അവസരം കിട്ടാതെ പോയി. ഒരുപക്ഷെ ബ്രിട്ടനാകുവാൻ, ഷേക്സ്പിയറാകുവാൻ ഒക്കെ അവർ കഴിയുമായിരുന്നു. പക്ഷേ അവർക്കത് സാധിക്കാതെ അവർ മൺമറഞ്ഞു പോയി. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശരിയാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ വലിയ എഴുത്തുകാരനായി തീരുവാൻ കഴിയുമായിരുന്നു, ഒരു രാഷ്ട്രീയ നേതാവായി തീരുവാൻ കഴിയുമായിരുന്നു, സമ്പന്നനായി തീരുവാൻ കഴിയുന്നു. അതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിലേക്ക്, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി സ്നേഹം പങ്കിടുവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ജീവിതം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു. അതാണ് ഈ ദീപ്ത സ്മരണയായിട്ട് നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഇപ്പോൾ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് നമ്മിൽ പലരും, ഞാൻ സഹിതം ചിന്തിക്കുന്നത്. ഈ മഹാനായ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ, അകാലത്തിൽ കടന്നുപോയ ആ മാന്യ സുഹൃത്തിന് എല്ലാ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. അടുത്തതായി കോട്ടയം ബെസേലിയസ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെന്റ് ലെക്ചറായ ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ജോർജ് കുട്ടി സാറിന്റെ സ്മരണയ്ക്കായി പരിശുദ്ധമായ ദേവാലയ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 2015 മുതൽ മാത്രം പരിചയമുള്ള ഒരു വ്യക്തിപ്രഭാവമാണ് നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം ജോർജ് കുട്ടി സാർ എന്ന് വിളിക്കുന്ന ആ മഹാത്മാവ്. ഞാനും എൻ്റെ ആത്മമിത്രം രതീഷ് നാരായണനും ആദ്യമായി ഒരു പുസ്തകം, ഞാൻ നേരത്തെ പഠിപ്പിച്ച ഏറ്റുമാനൂരപ്പൻ കോളേജിന് വേണ്ടി ഒരു പുസ്തകം ചെയ്യാനായിട്ട് ഏറ്റവും മികച്ച DTP സെന്റർ എവിടെയാണ് എന്നുള്ള ചിന്തയിലാണ് പമ്പാടി KG കോളേജിൻ്റെ ആ പാർശ്വത്തിലേക്ക് ഒരു ചെറിയൊരു കടയുണ്ടെന്നും, പഴയ പരസ്യം പറയുന്ന പോലെ പുറമേ കണ്ടാൽ ചെറിയ കടയാണെങ്കിൽ അടുത്ത് വിശാലമായ അറിവിൻ്റെ ഇടങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ ചെയ്യുന്നത്. അവിടെ വെച്ച് ആദ്യത്തെ ദിവസമൊന്നും സാറിനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തെ കണ്ടില്ല. അനുബന്ധ പേരുള്ള ഒരു ചെറുപ്പക്കാരൻ സമർത്ഥമായിട്ട് DTP വർക്കുകളൊക്കെ ചെയ്യുന്നു. എനിക്കൊന്നും അനില ടീച്ചറെ ഇടയ്ക്ക് എപ്പോഴും കണ്ടിരുന്നു. അതിനുശേഷം ഒരു ദിവസം നോക്കുമ്പോൾ പാമ്പാടി കൊത്തമ്പുറത്തിലേക്കുള്ള ആ വഴി ദീർഘാവാങ്കനായ നല്ല ശരീര പൊക്കമുള്ള ഒരാളിങ്ങനെ നടന്നു വരികയാണ്. പ്രത്യേക രീതിയിൽ മുണ്ടൊക്കെ എടുത്തുകൊണ്ട് അപ്പുറം ശ്രദ്ധിക്കാതെ താൻ നടക്കുന്ന വഴികളിലൂടെ മാത്രം തൻ്റെ ദൃഷ്ടിയെ പാലിച്ചുകൊണ്ട് നടന്നെടുക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ അന്ന് കാണുകയാണ്. അദ്ദേഹം വന്ന് കയറിയിട്ട് രതീഷ് പറഞ്ഞു, സാറേ രേഖമാണ് ഇവിടുത്തെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ജോർജ് കുട്ടി സാർ. അപ്പം ആദ്യമൊന്നും എൻ്റെ മലയാള ഭാഷയിൽ തന്നെ ജീവിതം തുടങ്ങിയ ആളാണ്. അപ്പം ആദ്യമൊന്നും ഇദ്ദേഹം മലയാളവുമായി വളരെ അഭേദ്യമായി ബന്ധമുള്ള ആളാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവിടെ ഇരുന്ന ശേഷം
സാംസ്കാരിക കേരളത്തെക്കുറിച്ചൊക്കെ അനർഘളമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി മലയാള അധ്യാപകർ പോലും മാറി നിൽക്കുന്ന പോലെ അറിവും സ്നേഹവും കരുണയും എല്ലാം ചേർന്ന് വെച്ചിരിക്കുന്ന ഒരു മലയാളം അധ്യാപകനായി തിരയേണ്ടിയിരുന്ന ഒരു വ്യക്തി. വളരെ സിമ്പിളായി സരളമായി ഭാഷയെക്കുറിച്ചും ഭാഷാ കാഴ്ചപ്പാടുകളെ കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയെങ്കിലും ഒരു അധ്യാപകനായിരുന്നെങ്കിൽ ഓരോ തലമുറയ്ക്കും അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുമായിരുന്നു. പിന്നെ ഈ പുസ്തകത്തിന്റെ ഓരോ ഭാഗത്തെക്കുറിച്ചും പേജ് എങ്ങനെ സെറ്റ് ചെയ്യണം, അതിന്റെ പുറം കവർ എങ്ങനെ വേണം എന്നൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവുകയും അക്കാര്യമെല്ലാം പറഞ്ഞു തരികയും ചെയ്ത സമയത്ത് അദ്ദേഹം എന്നോട് ഈ ഹൈന്ദവ ധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഋഷിവര്യനുമായിട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു ആത്മബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ടായി. അപ്പൊ ആ ഋഷിയുമായിട്ട് ആ സന്യാസിവര്യനുമായിട്ട് അദ്ദേഹം ജീവിച്ചിരുന്നില്ല. അദ്ദേഹവുമായിട്ട് എനിക്കും പരിചയമുണ്ട്, അദ്ദേഹത്തിനും പരിചയമുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് 84, 80, 85 കാലഘട്ടത്തിൽ എഴുതിയിരുന്ന കുറെ ആർട്ടിക്കിൾസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ വഴി എനിക്ക് കിട്ടിയ കുറെ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, രക്ഷ മാഷേ നമുക്കിത് പുസ്തകമാണ്, ആ പുസ്തകത്തിന്റെ ചെലവ് മുഴുവൻ ഞാൻ വഹിക്കും, വിൻവയമായിരിക്കും അത് പുറത്തിറക്കുന്നത്. അതിനുവേണ്ടി അങ്ങ് എന്ത് ചെയ്യണം, ആ പഴയ പുസ്തകത്തിൽ നിന്നിട്ടുള്ള എല്ലാ ആർട്ടിക്കിളും ഇവിടെ കൊടുത്തിട്ട് അനുവിനെ DTP ചെയ്യിക്കുക എന്ന് പറയും. അപ്പൊ ഞാൻ ഈ 50 or 60 ലേഖനങ്ങളുണ്ട് ആ കാലഘട്ടത്തിലെ പ്രകടനം എഴുതിയത്. അതെല്ലാം അദ്ദേഹത്തിനെ ഞാൻ എത്തിച്ചു. എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിക്കുന്ന ആ സമയത്തൊക്കെ ഈ ലേഖനങ്ങളെല്ലാം DTP ചെയ്ത് അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളത് പുസ്തകമാക്കിയത്. ഇപ്പോൾ ഒരു മരിക്കുന്നതിന് ഒരു 3-4 മാസം മുമ്പ് വൈകുന്നേരം എൻ്റെ പുസ്തകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം വെൽബേയിലേക്ക് കടന്നു വരുന്ന സമയത്ത് തൊണ്ട ഇടറുന്നുണ്ട്, ഒച്ച അറിയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പറ്റി സാറേ, എന്താ ഒരു വിഷയം? അപ്പോൾ ഇവിടെ മുഴുവൻ പൊടിയായിരുന്നു, ഫ്രണ്ട് കണ്ടിൽ ഇടിച്ചിട്ടേക്കുകയാണ്. ഓരോ വാഹനം മുന്നോട്ട് പോകുമ്പോൾ പൊടിയടിച്ചടിച്ച് ഈ വഴിയുടെ വാതുക്കൽ കടയുള്ള എല്ലാവരുടെയും പരിമിതി ഇതാണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പൊടിയടിച്ചിട്ട് എനിക്കൊന്നൊരു ബുദ്ധിമുട്ട് പോലെ എന്ന് പറഞ്ഞു. ഞാൻ ചികിത്സയില്ലേ കാണിക്കാൻ പോകുന്നുണ്ട്, അടുത്ത ദിവസം ആശുപത്രിയിൽ പോയാന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച വീട്ടിൽ ഞാൻ ചെല്ലുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയി, കുഴപ്പമില്ല, തൈറോയിഡിന്റെ എന്തോ വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നു, അത് ഇന്ന ചികിത്സിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ വളരെ വളരെ അടുപ്പ ആ സമയമായപ്പോൾ തോന്നുന്നു. അപ്പൊ 2015 മുതൽ ഞങ്ങൾക്ക് ബന്ധമുണ്ട്. വളരെ സൂക്ഷ്മമായിട്ട് രതീഷ് പറഞ്ഞതുപോലെ നമ്മുടെ എഴുത്തിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ ഇടപെടാൻ തക്ക സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി പ്രഭാവമായിരുന്നത്. പിന്നീട് വീണ്ടും 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അറിയുന്നത്. പക്ഷേ റിക്കവർ ചെയ്യും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈശ്വരന്റെ ദൈവത്തിന്റെ തീരുമാനമാണ്. പക്ഷെ അദ്ദേഹം പകുത്തു വെച്ചു പോയ സ്നേഹവും അറിവിന്റെ ആഴവും ഒന്നും നശിക്കുന്നില്ല. സർവപാദം അസ്ഥിപാതയ നിമഗ്നം ഒരു ചൊല്ലുണ്ട്. എല്ലാ പാദവും ആനയുടെ വലിയ കാലിനുള്ളിൽ ഒതുങ്ങും. ഈ പറഞ്ഞ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ സ്നേഹവും കരുണയും അറിവും ദയയും എല്ലാം ചേർന്ന ഒരു മനുഷ്യശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ ഭൂമിയിൽ വന്ന അത്രയും കാലം ഒരു വിദ്വേഷവും ആരോടുമില്ലാതെ എല്ലാവർക്കും നന്മ വിതറി, സ്നേഹം വിതറി, അറിവും അക്ഷരവും പകർന്നു കൊടുത്ത് സമൃദ്ധമായ രീതിയിൽ മുന്നോട്ട് പോയ ഒരു മഹാമനുഷ്യൻ തന്നെയായിരുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ സമയത്ത് ഞങ്ങൾ ദൂരെയുള്ളവരായിട്ട് പോലും ഇവിടെ വന്നതും ഈ പരിശുദ്ധമായ ദേവാലയത്തിന്റെ അകത്തളത്തിൽ ഇരുന്നുകൊണ്ട് ജോർജ് കുട്ടി സാറിനെ പോലെ ഒരു മഹാത്മാവിനെ സ്മരിക്കാനായിട്ടുള്ള ഒരു ഇടത്തിൽ ഇടചേരാനും സാധിച്ചത്. എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിനർമ്മനാകുകയാണ്, നമസ്കരിക്കുകയാണ്. അദ്ദേഹം നൽകിയ നന്മയുടെ പാഠങ്ങൾ നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ, പ്രയോജനമാകട്ടെ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ ചിരിയും അറിവ് പകർന്നു നൽകുന്ന ആ സ്നേഹവും എല്ലാം നമുക്ക് കരുത്താകട്ടെ. ആ കുടുംബത്തിന് സർവീസിന് സർവൈശ്വര്യം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അദൃശ്യമായ കരങ്ങൾ പിടിച്ചുകൊണ്ട് ആ കുടുംബം ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സാധ്യവാക്കുകളുടെ നന്ദി അറിയിക്കുന്നു. അനുസ്മരണ പ്രസംഗത്തിനായി കേന്ദ്ര വ്യവസായ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ മാത്തുക്കുട്ടി ജെയിംസ് സാറിനെ ക്ഷണിക്കുന്നു.
ഉദ്ഘാടനം ചെയ്ത ശ്രീ മാഫീസർ, വേദിയിലിരിക്കുന്ന ഉൾപ്പെടെയുള്ള ശിക്ഷാവിധികളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ നിന്ന് വളരെ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞൊരു അകാലത്തിൽ മറഞ്ഞുപോയൊരു സുഹൃത്തിനെ അനുസ്മരിക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഈ സഹായം നമ്മൾ കൂടിയിരിക്കുന്നത്. എല്ലാവരും ജോർജ് കുട്ടി സാർ പറഞ്ഞാലും നിങ്ങൾ ചങ്ങനാശ്ശേരിക്കാർക്ക് അദ്ദേഹം അറിയപ്പെടുന്ന കുട്ടീച്ചൻ്റെ പേരിലാണ്. കുട്ടീച്ചനുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം ആരംഭിക്കുന്നത് 1980 അവസാനം കുട്ടീച്ചൻ ചങ്ങനാശ്ശേരിയിലെ ബുക്ക് പുസ്തക കടയും പ്രസിദ്ധീകരണശാലയും അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്. അവിടെ പല പുസ്തകങ്ങളും ഉണ്ടെങ്കിലും കുട്ടീച്ചൻ്റെ ഒരു പ്രത്യേകത, കുട്ടീച്ചൻ വായനയെ ഇഷ്ടപ്പെടുന്നു, അക്ഷരങ്ങളെ സ്നേഹിക്കുന്നു, അക്ഷരങ്ങളെ വായനയെ ഇഷ്ടപ്പെടുന്നവരുടെ സുഹൃത്തുക്കളുടെ കാര്യം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കുട്ടീച്ചൻ അവിടെ വിദ്യാർത്ഥികൾ മുതിർന്നവരുടെ വലിയൊരു സുഹൃത്ത് വലയം രൂപപ്പെടുന്നു. ഈ സൗഹൃദ വലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്നും വൈകിട്ട് കുട്ടീച്ചിൻ്റെ കടയിൽ എന്നൊരു ഒത്തുകൂടും. അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളെടുത്ത് വായിക്കും. സൂര്യന് കീഴെയുള്ള എല്ലാ പ്രശ്നങ്ങളെ പറ്റി, രാഷ്ട്രീയമാകട്ടെ സാഹിത്യമാകട്ടെ എല്ലാത്തിനെ കുറിച്ചും പരസ്പരം ചർച്ച ചെയ്യുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യും. ശ്രീരാമനെയൊക്കെ പരിചയപ്പെടുന്ന അവിടെ വെച്ചാണ്. ശ്രീരാമനൊക്കെ അവിടെ ഈ പുസ്തക പ്രസിദ്ധീകരണത്തോട് ബന്ധപ്പെട്ട ജോലികൾ എത്തിയപ്പോഴാണ് ശ്രീരാമനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഈ സുഹൃത്തുക്കള് ഇങ്ങനെ പലരും കൂടി പലരെയും പല രീതിയിൽ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പലരെയും എഴുത്തുകാരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. PGക്ക് പഠിക്കുന്ന പല കുട്ടികളെയും ഡിഗ്രി പുസ്തകങ്ങളുടെ ആസ്വാദനവും നിരൂപണമൊക്കെ എഴുതാനും നിരൂപണം എഴുതിപ്പിക്കുകയും അതൊക്കെ പ്രസിദ്ധീകരിക്കുകയും അതൊക്കെ വായനക്കാരെക്കാത്ത അല്ലെങ്കിൽ വായിക്കാൻ ആവശ്യമുള്ളവരെക്കാത്ത ആ സ്ഥാപനത്തിന്റെ മൂലയിൽ ഒരുപാട് നാളുകളിങ്ങനെ കിടന്നു. പിന്നീട് ആ പ്രസ്ഥാനം അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ അത് ആഗ്രക്കാർക്ക് കൊടുത്ത് അതിന് ശാപമോഷം കിട്ടിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ സാമ്പത്തിക നഷ്ടങ്ങളുടെ തുടക്കവും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ ചർച്ച അവിടെ ഒത്തുകൂടിയ ചർച്ചകളുടെ ഭാഗമായിട്ട് പിന്നീട് ഒരു ചർച്ചാ വേദി എന്ന രീതിയിലൊരു പ്രസ്ഥാനം കുറേ ആഴ്ചകളോളം എല്ലാ ഞായറാഴ്ച ഒത്തുകൂടി ഏതെങ്കിലും വിശിഷ്ട വ്യക്തികളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ആ വിഷയങ്ങളെ പറ്റി എന്തെങ്കിലും ക്ലാസ്സുകൾ എടുപ്പിക്കുകയും അതേപറ്റി ചർച്ച ചെയ്യും എന്നൊരു രീതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഉപയോഗം അവിടെ നിന്ന് മാറി. പക്ഷെ അദ്ദേഹത്തിന് ഈ പുസ്തകങ്ങളോടും അക്ഷരങ്ങളോടും സ്നേഹം കൊണ്ടായിരിക്കാം ആ ഒരു പ്രസ്ഥാനത്തിൽ മാറാൻ അദ്ദേഹത്തോട് പറ്റിയിട്ടില്ല. അതിനുശേഷം മനോരമയിലെ പ്രൂഫുകളായിട്ട് പോയെങ്കിലും പിന്നീട് പാമ്പാടിയിലാണ് പ്രസിദ്ധീകരണശാല കൊണ്ടായിരിക്കുകയും പുസ്തക കച്ചവടം പുസ്തക പ്രസിദ്ധീകരണം കൊണ്ടായിരിക്കുകയും ഞാനും അവിടെ എത്തുകയും അവിടെ എനിക്ക് കുറെ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടുകയൊക്കെ ചെയ്തു. എഴുത്തുകാരും അല്ലാത്തവരുമായ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉറച്ച അഭിപ്രായങ്ങളും മനസ്സിലാക്കിയുള്ള ഫലമായിട്ടാണ് അദ്ദേഹം നിലപാടുകളിൽ ഭയങ്കര മാറ്റം വരികയും പുതിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അദ്ദേഹം ചേരുകയും പിന്നീട് അതിന്റെ ഫലം പിന്നീട് റബ്ബർ ബോർഡ് മെമ്പറാവുകയും ചെയ്യാൻ ഓർക്കുന്നുണ്ട്. ഈ പല സ്ഥാനമാനങ്ങളോട് വലിയ ആഗ്രഹമുള്ള ആളുകളിൽ റബ്ബർ ബോർഡ് മെമ്പറാകാൻ അദ്ദേഹം എടുത്ത തീരുമാനം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം റബ്ബർ കർഷകനായതുകൊണ്ട് റബ്ബർ കർഷകർ അനുഭവിക്കുന്ന അവഗണനകളും അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളെന്ന നിലയിൽ ബോർഡിൽ മെമ്പറായിരുന്നുകൊണ്ട് കർഷകർക്ക് അനുകൂലമായ പല കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റുമെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ റിട്ടയർ ചെയ്ത ആളാണ്, നിലവിലുള്ള ആളല്ല. ഔദ്യോഗിക കൂടുതൽ റബ്ബർ വ്യവസായങ്ങളോട് ബന്ധപ്പെട്ട ആളെന്ന നിലയിൽ ബോർഡുമായിട്ടുള്ള പല അനൗപചാരിക മീറ്റിങ്ങുകളിലും യോഗങ്ങളിലും അദ്ദേഹത്തോടൊപ്പം എന്നെ കൂടെ അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോകാറുണ്ടായിരുന്നു. ഒരുപാട് ആശയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. റബ്ബർ കർഷകർക്ക് എങ്ങനെ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ മോചനം കിട്ടാനുണ്ട്, ഒരു നല്ല വില കിട്ടുവാനുണ്ട്, എന്തൊക്കെ ബോർഡ് വഴി എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്നു, എന്തൊക്കെ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാമെന്നുള്ള ഒരുപാട് സ്വപ്നങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ബോർഡ് ചെയർമാനുമായിട്ട് അതൊക്കെ ഡിസ്കസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ വിധി അദ്ദേഹത്തെ അനുവദിച്ചില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊന്നും അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അസുഖം വന്നു. ഈ അസുഖം അതിന്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ അത് മനസ്സിലാക്കാനും പെട്ടെന്ന് അദ്ദേഹം നമ്മിൽ നിന്ന് വേർതിരിക്കുവാൻ ഇടയായത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം
അദ്ദേഹം നേടിയ സുഹൃത്ത് വലയമാണ്. ആ സുഹൃത്ത് വലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും അദ്ദേഹത്തിന് സ്നേഹവും സൗഹൃദവും അനുഭവിച്ചിട്ടുള്ളത് അതൊരിക്കലും അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഒന്നിച്ചു കൂടുവാനും ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ടി ഇങ്ങനെയാണെങ്കിൽ ചെറുകഥാ മത്സരങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഒത്തുകൂടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറ്റുവാനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ മുൻകൈയെടുത്തു. തീർച്ചയായിട്ടും അതിന് മുൻകൈയെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുവാണ്. ഇത് ഈ പ്രസ്ഥാനം ഇങ്ങനെ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദീർഘമായ സ്മരണ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നന്ദി. 42 പുസ്തകത്തിന്റെ രചയിതാവും നാടക രചയിതാവും സംവിധായകനുമായ ബഹുമാനപ്പെട്ട ശ്രീ ജേക്കബ് പാത്തിങ്ങിനെ ചെറുകഥാ അവലോകനത്തിനായി ക്ഷണിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ KP ശ്രീരാമൻ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത എൻ്റെ ഗുരുനാഥൻ ആദരണീയനുമായ ശ്രീ CM മാത്യു സാർ, സ്വാഗത പ്രസംഗം നിർവഹിച്ച അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തിയ പ്രിയപ്പെട്ട രതീഷ് നാരായണൻ, പ്രിയ വൈദ്യം സാർ, ശ്രീ കൃഷ്ണൻ, ശ്രീ മാധവ്, മറ്റ് പ്രിയപ്പെട്ടവർ, നമുക്കിടയിൽ അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന 2 or 3 വയസ്സുള്ള കുട്ടി മുതൽ 90 പിന്നിട്ട ആൾക്ക് വരെ ഒരേ പേര് വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരാളെ ഈ നാട്ടിലുണ്ടായിരുന്നു. അത് കുട്ടിച്ചതാണ്. 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടിക്കും കുട്ടിച്ചെന്ന് വിളിക്കാം. 90 പിന്നിട്ട അപ്പച്ചന്മാർ കുട്ടിച്ചെന്ന് തന്നെ വിളിക്കും. ഒരേ സംബോധനയുണ്ട്. കുട്ടിച്ചനുമായിട്ടുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ വളരെ വിശദമായി ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൗത്യമതല്ല. എങ്കിലും 35 വർഷത്തെ സൗഹൃദം, കൂട്ടായിട്ടുള്ള ജീവിതം, എൻ്റെ യുവനാരംഭം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉറ്റ ചങ്ങാതിയും സഹപ്രവർത്തകനും വഴികാട്ടിയും പിന്നെ എന്തൊക്കെയോ ഏതൊക്കെ പേരുകളിൽ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവ രൂപീകരണത്തിലും എൻ്റെ ചിന്താഗതികളിലും എൻ്റെ കാഴ്ചപ്പാടുകളിലും വലിയ സ്വാധീനവും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലരുടെയൊക്കെ അസാന്നിധ്യം നമുക്ക് വലിയ തരത്തിലുള്ള വേദന ഉണ്ടാവും, വലിയ വിടവാണ്, അല്ലെങ്കിൽ അത് നിരത്താൻ വയ്യാത്തതാണ് എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി എന്ന് പറയുമെങ്കിലും എൻ്റെ ജീവിതത്തിൽ 2 വ്യക്തികൾ അവരുടെ വിയോഗം ആണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നതും ഇപ്പോഴും അതിനകത്തൊരു പകരം വയ്ക്കാനില്ലാത്തത്. ഒന്നെൻ്റെ പിതാവും ചെയ്തു, മറ്റൊന്ന് കുട്ടിച്ചു ചെയ്തു. പിതാവ് പോയിട്ട് 19 വർഷമായി. അദ്ദേഹം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു, പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറിനൊക്കെ അറിയാം, ഞങ്ങളുടെ ലൈബ്രറിയിലുള്ള ഒന്നൊഴിയാത്ത ബുക്കുകൾ മുഴുവൻ അദ്ദേഹം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പഠനകാലങ്ങളിലൊക്കെ എനിക്ക് ഏത് കാര്യത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു നിർദ്ദേശം അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടിച്ചനുമായിട്ടുള്ള സംഭാഷണം ഇവിടെ പറഞ്ഞതിൻ്റെ ഇടയിൽ ചിലരെങ്കിലും ഒക്കെ പറഞ്ഞു കുട്ടിച്ചൻ അധികം സംസാരിക്കുന്നില്ല. കുട്ടിച്ചൻ വളരെ വാചാലമായി സംസാരിക്കും, വളരെ എത്രയോ സമയങ്ങൾ, എത്രയോ മണിക്കൂറുകൾ വേണമെങ്കിൽ സംസാരിക്കും. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലുണ്ടായ കർഷകർക്കുമായി ബന്ധപ്പെട്ട ആ കേസിലാണെങ്കിലും അല്ലായെങ്കിൽ GSTയെ സംബന്ധിച്ചാണെങ്കിലും ചന്ദ്ര സിനിമയെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് ചുറ്റുവട്ടത്തുള്ളതോ അല്ലെങ്കിൽ ഗാസയിലെ മനുഷ്യബുദ്ധിയെ പറ്റിയോ ഏത് വിഷയത്തെ പറ്റിയും എത്ര സമയം വേണമെങ്കിലും പറയാനും അതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ കുട്ടിച്ചന് മാത്രമേ എൻ്റെ സൗഹൃദത്തിൽ കുട്ടിച്ചന് വളരെ കഴിയുമാണ്. ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പലപ്പോഴും ഞാൻ ഓടിച്ചെന്ന് ചോദിക്കാറുണ്ടല്ലോ, ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അതിനെപ്പറ്റി വലിയൊരു ധാരണയില്ലെങ്കിൽ എന്നോട് പറയും നമുക്ക് നാളെ കാണാം. നാളെ കാണാമെന്നുള്ള ആ സമയത്തിനുള്ളിൽ അദ്ദേഹം ഈ കാര്യത്തെ പറ്റി വളരെ വ്യക്തമായ ധാരണ ഉണ്ടാക്കുകയും അത് പറയുകയും പഠിക്കുകയും ചെയ്യും. എനിക്ക്
വലിയ നഷ്ടം തന്നെയാണ് എൻ്റെ ചിന്താഗതികളിൽ അല്ലെങ്കിൽ എൻ്റെ പഠന മേഖലകളിൽ കുട്ടിച്ചൻ്റെ അസാന്നിധ്യം കൊണ്ടുണ്ടാകുന്നത്. ഒരു തരത്തിലും നികത്താൻ കഴിയാത്ത തരത്തിലുള്ള നഷ്ടം തന്നെയാണ്. കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല. അനുസ്മരണമല്ല എൻ്റെ ദൗത്യമെന്ന് ഞാൻ പറഞ്ഞു കഴിയും. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അദ്ദേഹത്തെ സ്മരിക്കുന്നതിന് വേണ്ടി കുട്ടിച്ചൻ ഫോറം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമായിരുന്നു ഒരു ചെറുകഥാ മത്സരം എന്നുള്ളത്. അത് ഭദ്രാസന അടിസ്ഥാനത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ചെറുകഥാ മത്സരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചു. വലിയ പങ്കാളിത്തം അതിനുണ്ടായി. ഇന്നത്തെ കാലഘട്ടത്തിൽ വായനയ്ക്ക് പ്രാധാന്യം കുറയുന്നു, അല്ലെങ്കിൽ കുട്ടികൾ മറ്റു തരത്തിലുള്ള യുവതലമുറ മറ്റു തരത്തിലുള്ള എന്റർടൈൻമെന്റുകളിലേക്ക് മാറുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് പൂർണ്ണമായും ശരിയല്ല. ഈ വായനയും അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നില്ല എങ്കിലും ഈ റീഡിങ് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ആ മേഖലയിലൊക്കെ ഉണ്ട്, കുറെയെങ്കിലും ഒക്കെ ഉണ്ട്. 27 കുട്ടികളാണ് അല്ലെങ്കിൽ 27 കുട്ടികളോ യുവാക്കളോ ഉൾപ്പെടുന്ന സംഘമാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. കഥാരചനയിൽ പങ്കെടുത്തത് 5 പേരെങ്കിലും രജിസ്റ്റർ ചെയ്തത് ഒരു പ്രത്യേകമായ കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥ മൂലം പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞു. 27 പേരുടെയും അവരുടെ കഥകൾ വളരെ വിശദമായി തന്നെ പഠിക്കുകയും വായിക്കുകയും അത് വിലയിരുത്തുകയും ഒക്കെ ചെയ്തു. അതിനൊരു സമിതി ഉണ്ടായിരുന്നു, ഞാൻ അതിന് നേതൃത്വം വഹിച്ചത് മാത്രമേ ഉള്ളൂ. അത് കഥ എഴുതുന്നതിന് മുമ്പ് തന്നെ ഒരു കഥാതന്തു നമ്മൾ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ എല്ലാം തന്നെ, ഞാൻ കുട്ടികൾ എന്ന് പലപ്പോഴും പറയുന്നു, ചിലരുടെ കുട്ടികളുടെ പ്രായം കഴിഞ്ഞവരുണ്ട്. ഞങ്ങൾ അധ്യാപകനായിരുന്നു ആ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. അതങ്ങനെ അല്ലാത്തവർ യൗവനത്തിലേക്ക് കടന്നവർ കുട്ടി എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞത് അരോചകമാകുന്നെങ്കിലും കുട്ടികളായിരുന്നു. അപ്പൊ ഏതായാലും അങ്ങനെ ആ കഥാരചനയിൽ പങ്കെടുത്ത സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും കൊടുത്ത ഒരു നിർദ്ദേശം കഥാതന്തു ഉണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ്. 2-3 സെന്റൻസ് മാത്രമേ ഉള്ളൂ. കാത്തിരിപ്പ് തുടങ്ങിയിട്ട് സമയമേറെയായി. കടന്നു പോകുന്ന ഓരോ വാഹനവും വേഗം കുറയ്ക്കുന്നുണ്ടോ എന്നും റോഡിന്റെ ഓരം ചേർന്ന് നിർത്തുന്നുണ്ടോ എന്നും ശ്രദ്ധിച്ചു. എപ്പോൾ വരുമെന്നറിയില്ല. സമയം കടന്നു പോകുമ്പോഴും മനസ്സിൽ വല്ലാത്തൊരു വിക്കൽ. ഈ ഒരു സന്ദർഭത്തെ അടിസ്ഥാനത്തിൽ ഒരു കഥ രൂപപ്പെടുത്തി എടുക്കുവാനാണ് പറഞ്ഞത്. 27 യുവ സാഹിത്യകാരന്മാർ അവരുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അതിൽ 21 മാറ്റിവെക്കേണ്ടി വന്നു. കാരണം ഒരു കഥയുടേതായ തലത്തിലേക്ക് അവ വന്നില്ല. എഴുതാൻ പറഞ്ഞത് ചെറുകഥയാണ്. ഇത് ചെറുകഥയെ സംബന്ധിച്ച് ഞങ്ങൾ വാല്യൂ ചെയ്യേണ്ടി വന്നു പലതവണ. 6 കഥകളിൽ ഏതാണോ 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് വരേണ്ടത് അപ്പോൾ 6 മാത്രം ഈടുറ്റതും അത്രമാത്രം മെച്ചപ്പെട്ടതുമാണ് എന്ന് കരുതി. ഇവിടെ ഇതിൽ നിന്ന് കഥകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതായി പോരായ്മകളുണ്ട്. ഒട്ടേറെ പോരായ്മകൾ ഈ കഥകൾ 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് വന്ന കഥകൾക്ക് ഒട്ടേറെ പോരായ്മകളുണ്ട്. നിങ്ങളുടെ പ്രായത്തെ നമ്മൾ മാനിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഇതൊക്കെ തന്നെ തിരുത്താൻ ഇവിടെ വരുന്നത് കൊണ്ട് അത് ആത്യന്തികമല്ല. ഇവിടെ നിന്ന് നമ്മൾ കിട്ടുന്നത് വലിയ ചെറിയ സമൂഹത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴ് 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് വന്നവരെ മാത്രമാണ് ഇവിടെ പരാമർശിക്കപ്പെടുകയും അവരെ അംഗീകാരം എന്ന നിലയിലേക്ക് വരികയും ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ വലിയൊരു ദൗത്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു രംഗത്തേക്ക് വന്നിട്ടുള്ള നിങ്ങൾക്ക് ഒട്ടേറെ കടമകളുണ്ട്. നിങ്ങൾക്ക് ഭാവിയുണ്ട്. ഭാഷ ഭംഗിയായി ഉപയോഗിക്കുവാനും അതിനെ ഭാവനയെ അതിൻ്റെ ഒരു വഴിയിലേക്ക് കൊണ്ടുപോകുവാനും ഒക്കെയുള്ള നല്ല കഴിവ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണം. മലയാള സാഹിത്യരംഗത്ത് അല്ലെങ്കിൽ വിശ്വസാഹിത്യ രംഗത്തിന് നിങ്ങളുടെ കഴിവ് മുതൽക്കൂട്ടാവണം. അപ്പൊ അതിലെ തെറ്റുകൾ തിരുത്താൻ ഈ ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കുകയും കൂടി ചെയ്യണം. ഒന്നാമത്തെ കഥയിൽ
ഇന്നത്തെ കാലഘട്ടത്തില് ഏറെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന നമ്മുടെ ഓരോ ദിവസവും നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന നിരവധി വാർത്തകളുണ്ട്. മാതാപിതാക്കളെ ആക്രമണം നടത്തുന്ന മക്കൾ, മാതാവിനെയോ പിതാവിനെയോ കൊല ചെയ്യുന്ന മക്കൾ ഒക്കെ അത് പലതരത്തിലുള്ള സമ്പത്തിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ മദ്യത്തിന്റെയും ഒക്കെ അടിമകളായിട്ടുള്ളവരോ ഒക്കെ തന്നെ ചെയ്യുന്ന അത്തരത്തിലുള്ള മൃഗീയമായ ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, അതൊരു ഭാവനയല്ല, നമ്മുടെ യാഥാർത്ഥ്യമായ കാര്യം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ഭാഗ്യവശാൽ അങ്ങനെ ഇല്ലായിരിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലും ഇത് അപൂർവമായ സംഭവമല്ല. ഇവിടെ അങ്ങനെയല്ല. അമ്മയ്ക്ക് പ്രായമായത് കൊണ്ട് അമ്മയുടെ ഒരു ഇനിയും അമ്മയെ കൊണ്ട് പ്രയോജനമില്ലാത്തത് കൊണ്ട് നമ്മൾ പാഴ്വസ്തുക്കളായി നമ്മുടെ ഉപയോഗശൂന്യമായാൽ തന്നെ നമ്മൾ ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ മാതാപിതാക്കളെയും ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു ചിന്താഗതിയാകാം ആ മകനെ അവന്റെ പ്രിയപ്പെട്ട അമ്മയെ ഉപേക്ഷിക്കുന്നതിന് അവനെ പ്രേരിപ്പിച്ചു. എങ്കിലും അമ്മയുടെ മനസ്സ് മുഴുവൻ സമയവും ആ മകനോടുള്ള കരുതൽ, വേദന ഒക്കെയാണ്. ഈ കഥ ഇരുട്ടിലെ വെളിച്ചമെന്ന കഥയാണ് കുമാരി അലീന സാര് രൂപപ്പെടുത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അലീന എന്ന് പറയുന്നത് അല്ലേ, അഭിനന്ദനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കഥയിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം സംഭാഷണമാണ്. കഥ ഇവിടെ വായിക്കും, മനസ്സിലാവും. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കൊന്ന് പോകുന്നു, ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംഭാഷണങ്ങൾ കൂടുതൽ പ്രാധാന്യം വരുമ്പോഴേക്കും അത് കഥയുടെ രീതിയിൽ നിന്ന് മാറും. പക്ഷേ കഥ കുറെ കൂടി ആശയങ്ങളിൽ ഭദ്രമായിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അത് ഒന്നാം സ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ചില പോരായ്മകളുണ്ട്. അത് മൊത്തം ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. അത് ഇനിയും കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും നേടും. രണ്ടാമത് കഥ തയ്യാറാക്കിയത് ഇവ ആൻഡ് ബിജുമാണ്. മോളുടെ കഥ അതിന്റെ അനാഥത്വത്തിന്റെ സ്നേഹവിങ്ങൽ എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു കഥാതന്ത് കൊടുത്തിട്ട് നിങ്ങൾ ഈ ലോകത്തുള്ള ഏത് കാര്യങ്ങളെ പറ്റി പ്രമേയം എങ്ങനെ നിന്ന് വേണമെങ്കിലും നിങ്ങൾ രൂപപ്പെടുത്തിയെടുത്തുകൊള്ളാൻ പറഞ്ഞു. അത് സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥികളായതുകൊണ്ട് സൺഡേ സ്കൂളോ പള്ളിയോ ക്രിസ്തീയതയോ അങ്ങനെയുള്ള യാതൊരു നിബന്ധനകളും നമ്മൾ വെച്ചിരുന്നുമില്ല. ഏതായാലും ശ്രീധരൻ എന്ന ഒരു വ്യക്തിയുടെ മകൾ സുമിത്ര, അവൾ പഠന ആവശ്യത്തിന് വേണ്ടി ഡൽഹിയിൽ പോകുന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസിന് പഠിക്കാൻ ചേരുന്നു. അല്ലെ, പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കുന്നത്, ആണോ? പിന്നെ സയൻസ് ആണ്. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് അത് എങ്ങനെയോ അങ്ങനെ വന്നു അല്ലെ? ഓക്കെ. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ ചേരുന്നു. അവിടെ വെച്ച് ഒരു പയ്യനുമായി പരിചയപ്പെടുന്നു. അവൻ ഇന്ത്യൻ ആർമിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നു. ആ വലിയ പ്രതീക്ഷയോടെ ആ പെൺകുട്ടി അവരുടെ ജീവിതത്തെ പറ്റിയൊക്കെ സ്വപ്നം കാണുന്നു. പക്ഷേ ആർമി സേവനത്തിനിടയിൽ അവളുടെ പ്രിയപ്പെട്ടവൻ മരണപ്പെടുന്നു. ആ പെട്ടെന്നൊരു കോൾ വരികയും അവന്റെ ആ കാത്തിരിപ്പിൽ, അവൻ അവധിക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനിടയിലാണ് ഈ മരണവാർത്ത അറിയുന്നത്. വരുമെന്നുള്ള ഒരു പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷ അവനെ കാത്തിരിക്കുന്ന ആ പെൺകുട്ടിക്ക് അവന്റെ മൃതശരീരമാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ അവിടെ ആ കഥ അങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ അയാളുടെ മൃതശരീരം ദഹിപ്പിക്കുന്നതിനായി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു അസ്വാഭാവികത കഥയിൽ വന്നിട്ടുണ്ട്. അത് ഇവിടെ മറ്റുള്ളവരത് വായിച്ചപ്പോൾ ഞാനിപ്പോ പറഞ്ഞ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ആരുടെയോ ശവദാഹം നടത്തുന്നു എന്നുള്ള ഒരു പരാമർശം അവിടെ വരുമ്പോഴേക്കും അവിടെ ഇച്ചിരി പ്രമേയത്തിൽ വിട്ടുപോയി. ഏതായാലും പിന്നീട് ആ പെൺകുട്ടി തിരിച്ച് വീട്ടിൽ നിന്ന് പെട്ടെന്ന് യാത്ര പറഞ്ഞു പോകുന്നതും റെയിൽവേ സ്റ്റേഷനിൽ അവരുടെ പ്രിയപ്പെട്ടവൻ വരുമെന്ന കാത്തിരിപ്പ്, വരുമെന്ന് ആ ഒരു കാത്തിരിപ്പിന് വേണ്ടി അവൾ ഇപ്പോഴും അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാനും വായിക്കുന്ന പ്രേക്ഷകരും അങ്ങനെ തന്നെ കരുതുന്നു. അവൾ അവന് വേണ്ടി അനന്തമായി കാത്തിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ആ കഥ അങ്ങനെ അവസാനിക്കുന്നത്.
ഏതായാലും ഭാവന നല്ലതാണ്. അതിലെ ചില മേഖലകളിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളുണ്ട്. അത് ഒക്കെ പരിഹരിക്കപ്പെടാവുന്നതാണ്. സാഹിത്യരചനയുമായി മുന്നോട്ട് പോകണം. ആശംസകൾ. മൂന്നാം സ്ഥാനത്തേക്ക് വന്നത് ജെനിയ റേച്ചൽ വർഗീസാണ്. കാത്തിരിപ്പിന്റെ അവസാനമെന്നാണ് കഥയുടെ പേര്. ട്രീസ എന്ന യുവതി, അവള് അതിസമ്പന്നരും അതേപോലെ സമൂഹത്തിലെ പ്രബലരുമായ ചില സിമ്പലുകൾ കാണിക്കുന്നുണ്ട്. റോയ് സാർ എന്നൊക്കെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാത്തത് കൊണ്ട് അവളുടെ കുട്ടി കൊല ചെയ്യപ്പെടുന്നു. അവളുടെ ക്രീസിലെ മകൾ കൊല ചെയ്യപ്പെടുന്നു. ആ കൊലപാതകത്തിന് അതില് ഒന്ന് ഈ സമ്പന്നരായിട്ടുള്ള ആളുകൾ, അധികാരിയായിട്ടുള്ള ആളുകൾ അത്രമാത്രം സമൂഹത്തിൽ ശേഷിയുള്ള ആളുമായിട്ട് അത് ഒന്ന് സമരസപ്പെടുകയോ അല്ലെങ്കിൽ കലഹിക്കാതിരിക്കുകയോ ചെയ്തിരുന്നു എങ്കിൽ കുട്ടി നഷ്ടപ്പെട്ടുവെങ്കിലും അവൾക്ക് ജീവിക്കാനായിട്ട് കഴിയുമായിരുന്നു. അല്ലെങ്കിൽ മുന്നോട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടി നഷ്ടപ്പെടാതെയും വരുന്നേ. എങ്കിലും അനീതിക്കെതിരെയും ഈ തരത്തിലുള്ള നിലപാടുകൾക്കെതിരെയും പ്രതികരിക്കേണ്ടി വന്നതുകൊണ്ട് അവളുടെ കുട്ടി നഷ്ടപ്പെട്ടു. അതിനെതിരെയുള്ള ഒരു പ്രതികാരം എന്ന നിലയിലാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. ആ കഥയിൽ അതിലെ പൊതുവായിട്ടുള്ള നോട്ടത്തിൽ കഥയുടെ ഒരു ഘടനയ്ക്കുള്ളിൽ നിൽക്കുന്നത് കൊണ്ടും അതിന്റെ വിവരണങ്ങളിലെ ആസ്വാദ്യത കൊണ്ടുമൊക്കെ ഒന്നാം സ്ഥാനത്തേക്ക് കഥ വന്നിട്ടുണ്ട്. ജെനിയ റേച്ചൽ വായിക്കുന്ന ആളാണ്. ജെനിയ റേച്ചൽ ഓക്കെ, ജെനിയ റേച്ചലിനും അഭിനന്ദനങ്ങൾ. പേരുകൾ തന്നതിനകത്ത് വിട്ടുപോയതായി അങ്ങോട്ട് ഇതിന് മാറില്ല അല്ലേ? അത് ഒരു പ്രശ്നമുണ്ട്. പേര് മാറിപ്പോയി അല്ലേ? അതാ പേര് മാറിപ്പോയത്. ഞാൻ ഈ കഥ വായിച്ചെങ്കിൽ കഥയുടെ പേര് ഞാൻ എന്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഞാൻ ഇവിടെ വെച്ച് ഇരുന്നപ്പോഴാണ് കഥയുടെ പേര് കിട്ടിയത്. ഞാൻ പറഞ്ഞതിനകത്ത് വന്നതാണ്. ഇരുട്ടിനെ വിളിച്ചു പോകുന്നത് ഞാൻ പറഞ്ഞു. നിങ്ങൾ 27 കഥ എഴുതിയതിൽ അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട 1, 2, 3 സ്ഥാനങ്ങളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അലീന ഷാറ്റ്സ്, ഇവാൻ ബിജു, ജെനിയ റേച്ചൽ വർഗീസ്. നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ തരത്തിലുള്ള ഭാഗങ്ങളും നേരുന്നു. സാഹിത്യ രചനയുമായി മുന്നോട്ട് പോകണം. എല്ലാ ആശംസകളും. അടുത്തതായി ചെറുകഥ അവതരണത്തിനായി മത്സര വിജയിയായ സെന്റ് മേരീസ് സൺഡേ സ്കൂൾ പങ്കെടുത്ത വിദ്യാർത്ഥിനി കുമാരി അലീന സാലിനെ ക്ഷണിക്കുന്നു. എന്തൊരു വേഗതയാണ് ആ വാഹനത്തിന്! ഈ വഴിയോരത്തിരുന്നാൽ ആധുനിക ലോകത്തിന്റെ തിരക്കേറിയ ജീവിതം ഒരു ചിത്രത്തിൽ എന്ന പോലെ കാണാൻ സാധിക്കും. നേരം ഇരുട്ടി തുടങ്ങിയല്ലോ ഈശ്വര, എന്റെ കുട്ടി എവിടെ പോയോ എന്തോ? എന്തേ ഇത്ര വൈകുന്നത്? ഈശ്വര, എന്റെ കുട്ടിയെ കാത്തുകൊള്ളണമേ, അവൻ ഒരു വിധത്തിലുള്ള ആപത്തും വരുത്തരുതേ. ആകുലതയോടെ ആ അമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു. ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്ന നാരായണി അമ്മയുടെ അടുക്കിലേക്ക് പെട്ടെന്നൊരു യുവാവ് കടന്നു വന്നു. കയ്യിൽ ഒരു വസ്ത്രാലയത്തിന്റെ സഞ്ചിയും പിടിച്ച് മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് കൂനിക്കൂടിയിരുന്ന നാരായണി അമ്മയുടെ ദൈന്യത കണ്ട് ആ യുവാവ് ചോദിച്ചു, എന്താ അമ്മൂമ്മേ ഈ സന്ധ്യാനേരത്ത് ഇവിടെ? വാർദ്ധക്യസഹജമായ അസുഖങ്ങളാലും പ്രയാസങ്ങളാലും ഞെരുങ്ങപ്പെട്ടിരുന്ന ആ അമ്മ ഏറെ പ്രയാസപ്പെട്ട് തലയുയർത്തി അയാളെ നോക്കി. ആരാ? സന്ദീപ് മോനാണോ? എന്തേ നിന്റെ ശബ്ദത്തിൽ ഒരു മാറ്റം? അയ്യോ അമ്മൂമ്മേ, ഞാൻ അമ്മൂമ്മ പറയുന്ന ആളല്ലാട്ടോ. എന്റെ പേര് മനു. ഞാനൊരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. കോളേജ് വിട്ടുവരുന്ന വഴിയിൽ അമ്മൂമ്മ ഇവിടെ തനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അന്വേഷിച്ചതാണ്. ആണോ മോനെ? നീ എന്നോട് പൊറുക്കണേ. എന്റെ കണ്ണിന്
എന്റെ മോൻ സന്ദീപ് രാവിലെ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഓന്റെ ഓഫീസിലോട്ടോ മറ്റോ പോയതാണ്. ഇപ്പം വരാമെന്നും പറഞ്ഞു. എന്നാൽ നേരം സന്ധ്യ മയങ്ങാറായിരിക്കുന്നു. ഇതുവരെ അവൻ വന്നില്ല. വരും, എന്റെ കുട്ടിയല്ലേ, വരാണ്ടിരിക്കില്ല. അമ്മൂമ്മയുടെ കണ്ണുകൾ ഈറനണിയുന്നത് ആ യുവാവ് ശ്രദ്ധിച്ചു. എന്തോ എവിടെയോ ആരോട് പങ്കുവയ്ക്കാനാവാത്ത തരം ഒരു വിഷമം ആ അമ്മയുടെ മനസ്സിന്റെ ഏതോ ഒരു മൂലയിൽ കിടന്ന് അലട്ടുന്നതായി ആ യുവാവിന് തോന്നി. നാരായണി അമ്മയെ പറ്റി കൂടുതൽ അറിയാനുള്ള മനുവിന്റെ ആഗ്രഹം വർദ്ധിച്ചു. മനു ചോദിച്ചു, അമ്മൂമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചോദ്യം കേട്ടയുടൻ അമ്മൂമ്മ മറുപടിയായി പറഞ്ഞു, ഓ വീട്. എന്ത് വീടാണ് മോനെ? എന്റെ വീടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജനലഴിയിലൂടെ കാണുന്നത് മാത്രമാണ് കുട്ടിയെ. എന്റെ സുഹൃത്തുക്കളെന്നും സ്നേഹിതരെന്നും പറയാൻ ഇപ്പോൾ ശേഷിക്കുന്നത് എന്റെ മരുന്ന് കുപ്പികളും മുഷിഞ്ഞ് പിഞ്ചി കീറിപ്പോവാറായ കുറച്ച് വസ്ത്രങ്ങളും മാത്രമാണ്. പക്ഷേ എന്റെ മോൻ, എന്റെ സന്ദീപ് മോൻ, അവനാണ് എന്റെ ലോകം. അമ്മ എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. അങ്ങനെയല്ലേ ഞാൻ അവനെ വളർത്തിയത്. നാരായണി അമ്മ തന്റെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. മനുവിന് പോകേണ്ടുന്നതായ ബസ്സുകൾ നിരവധി കടന്നുപോയി. എങ്കിലും അവൻ ആ അമ്മയെ തനിച്ചാക്കി അമ്മയുടെ കഥകൾ പകുതിയാക്കി പോവാനുള്ള മനസ്സ് വന്നില്ല. നാരായണി അമ്മ തന്റെ മകനെ കുറിച്ച് വാചാലയായി. ഓന്റെ ചെറുപ്പത്തിൽ ഓനെ സ്കൂളിൽ ചേർത്തപ്പോഴാണ് ഓന്റെ അച്ഛൻ എന്നെയും അവനെയും തനിച്ചാക്കി ഈശ്വരന്റെ അടുത്തേക്ക് പോയത്. അന്നു മുതൽ കഷ്ടപ്പാടുകളും യാതനകളും മാത്രം പേരുന്ന ഒരു ജീവിതമായിരുന്നു എന്റേത്. നാട്ടിലെ സകല പ്രമാണികളുടെയും വീട്ടിൽ പോലും ഞാൻ വേദയെടുത്തു. അവിടുന്ന് തരുന്ന ഒരു നേരത്തെ ആഹാരം പോലും എന്റെ കുട്ടിക്കായി ഞാൻ സൂക്ഷിച്ചു വെച്ചു. ആരും കാണാതെ വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. ഈശ്വരാനുഗ്രഹത്താൽ ഓൻ പഠിച്ചു വലുതായി. തിരുവനന്തപുരം പട്ടണത്തിൽ തന്നെ ഒരു ജോലി നേടി. അവന്റെ ആ ഉയർച്ച കണ്ടപ്പോഴാണ് മോനെ എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നും ഞാൻ എന്തിനു വേണ്ടി ഇത്രകാലം ജീവിച്ചു എന്നതും ഞാൻ മനസ്സിലാക്കുന്നത്. ഓന്റെ വിദ്യാഭ്യാസത്തിനും ജോലിക്കും അന്തസ്സിനും ചേർന്ന ഒരു പെൺകുട്ടിയെ ഓൻ തന്നെ കണ്ടുപിടിച്ചു. എന്നാൽ അവരുടെ കാഴ്ചപ്പാടിനൊത്ത ഒരമ്മയാവാൻ എനിക്ക് സാധിച്ചില്ല. നാരായണിയുടെ ചുണ്ടുകളും കൈകളും വിറയ്ക്കുന്നു. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞ് പീലയടിയുന്നു. നാരായണി തുടർന്നു, എല്ലാമായിരുന്ന അമ്മ പതിയെ പതിയെ അവർക്ക് ആരുമല്ലാതായി മാറി. കണ്ടിരുന്നാലും മതി, ചുക്കിച്ചുളിഞ്ഞ് ഒരു വൃത്തിയുമില്ലാതെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലാക്കുകയേട്ടാ എന്നെന്റെ മരുമോൾ, അല്ല എന്റെ മോൾ, ഓളുടെ കെട്ടിയോനോട് എന്റെ മോനോട് ദിവസത്തിൽ ഒരു 5-6 തവണയെങ്കിലും അലറി ഉരുവിട്ടുകൊണ്ടിരുന്നു. ഈറനണിഞ്ഞ ആ കണ്ണുകളുമായി ഇത്രയും പറഞ്ഞുകൊണ്ട് നാരായണി അമ്മ ആ യുവാവിനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കണ്ടാൽ പിറന്നു വീണ ചൂരക്കുഞ്ഞിനെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു പെറ്റമ്മയുടെ പുഞ്ചിരി പോലുണ്ടായിരുന്നു. ധാരാളം വേദനകൾ കടിച്ചമർത്തി ഒടുവിൽ കിട്ടുന്ന ആ പൊൻ സുഹൃതം, ആ മഹത്തരമായ അനുഭവത്തിന്റെ സൗന്ദര്യം മുഴുവൻ ആ ചെറു പുഞ്ചിരിയിൽ. എന്നാൽ ഇവിടെ എന്താണ് നാരായണി അമ്മയുടെ ചിരിയുടെ കാരണം? മക്കൾ കൊടുത്ത വലിയ സമ്മാനമോ? മനു സ്വയം തന്നോട് തന്നെ ചോദിച്ചു. ആ യുവാവിന്റെ മുഖം വാടി, കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. ഓരോ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും ആ അമ്മ പ്രതീക്ഷയോടെ എത്തി നോക്കിക്കൊണ്ടിരുന്നു. എന്തിനെന്നറിയാതെ. മോനെ, എന്റെ കുട്ടി ഇനി എന്നെ മറന്നു കാണുമോ? അവൻ അതിന് കഴിയുമോ? എന്നെ അവൻ ഇവിടെ വേണ്ടാതെ ഒരു തെരുവ് പെട്ടിയെ പോലെ ഉപേക്ഷിച്ചിട്ട് പോയതാണോ? ഇല്ല, എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല. അവൻ എന്റെ മോനാണ്, എന്റെ മോൻ. ഈശ്വര, എന്റെ കുട്ടിയെ കാത്തുകൊള്ളണേ, അവനൊരാപത്തും വരുത്തരുതേ. നിസ്സഹായതയുടെ പടുകുഴിയിലും സ്വന്തം മകനെ കുറിച്ച് ഓർക്കുകയും അവന്റെ തെറ്റുകളെ പരിഗണിക്കാതെ അവന്റെ നന്മയെ മാത്രം ആഗ്രഹിച്ച് ഈ നിമിഷവും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ആ അമ്മയെ നിറകണ്ണുകളോടെ മനു എന്ന യുവാവ് വാരിപ്പുണർന്നു. ഒരു നാഴിക പോലും അമ്മ എന്ന സുഹൃതത്തെ അനുഭവിക്കാൻ പറ്റാഞ്ഞ, ഒരു നിമിഷം പോലും അമ്മയോടൊന്ന് സംസാരിക്കാൻ പോലും സാധിക്കാതെ അനാഥമായ ജീവിതം നയിക്കുന്ന മനുവിന് അമ്മ എന്ന വലിയ സുഹൃതത്തിന്റെ മഹത്വം ഒരു നിമിഷത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അമ്മയുടെ മകനാണ് ഞാൻ, അമ്മയ്ക്ക് ഞാനുണ്ട്. നാരായണി അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ മകൻ പറഞ്ഞു, അമ്മയുടെ മകനാണ് ഞാൻ. സമാപന സന്ദേശത്തിനും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനുമായി നമ്മുടെ പള്ളി വികാരി റവറൻഡ് ഫാദർ കുര്യാക്കോസ് ഈപ്പനെ ക്ഷണിക്കുന്നു.
ഒന്നാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത് കുമാരി അലീന സാജ്. ക്യാഷ് പ്രൈസ് 5000 രൂപ, മൊമെന്റോ, സർട്ടിഫിക്കറ്റ് എന്നിവ സ്വീകരിക്കുന്നതിനായി അലീന സാജിനെ ക്ഷണിക്കുന്നു. രണ്ടാം സ്ഥാനം ഇവ ആൻഡ് ബിജു, സെന്റ് ജോൺ സൺഡേ സ്കൂൾ, പോരാളൂർ. രണ്ടാം സ്ഥാനം ക്യാഷ് പ്രൈസ് 3000 രൂപ, സർട്ടിഫിക്കറ്റ്, മൊമെന്റോ എന്നിവ സ്വീകരിക്കുന്നതിനായി ഇവ ആൻഡ് ബിജുവിനെ ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനം ജെനിയ റേച്ചൽ വർഗീസ്, സെന്റ് മേരീസ് ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ, നോർത്ത് മീനടം. ക്യാഷ് പ്രൈസ് 2000 രൂപ, മൊമെന്റോ, സർട്ടിഫിക്കറ്റ് എന്നിവ സ്വീകരിക്കുന്നതിനായി ജെനിയ റേച്ചൽ വർഗീസിനെ ക്ഷണിക്കുന്നു. സമയപരിധി മൂലം ഒരു വാക്ക് മാത്രമെന്ന് പറയുന്നു. വേദിയിലും സദസ്സിലുമായിട്ടുള്ള എല്ലാ ബഹുമാന്യരായ സഹോദരങ്ങളും, ജോർജ് സാറിൻ്റെ രണ്ടാം അനുസ്മരണ സമ്മേളനം വളരെ ശ്രേഷ്ഠമായിട്ട് വ്യവസ്ഥ നടത്തുവാൻ ഇതിൻ്റെ പേരിൽ ഒത്തിരിയധികം അധ്വാനങ്ങളുണ്ട്. ഇവിടെ കേട്ടതായ നല്ല അനുസ്മരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് ഉപയുക്തമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി ഇതിനോടനുബന്ധിച്ച് നടന്ന ചെറുതാ മത്സരത്തിൽ വിജയം കരസ്ഥമാക്കിയ എല്ലാ 3 വിദ്യാർത്ഥികളോട് പ്രത്യേക അഭിനന്ദനങ്ങളും ഭാവങ്ങളും ആശംസകളും പ്രത്യേകമായ ഇടപെടൽ ഭാഗമായിട്ട് നേരിടുന്നു. അതുപോലെ തന്നെ പങ്കുകാരായ വിദ്യാർത്ഥികൾ 27 പേരോട് പങ്കുകാരായി എന്നുള്ളത് പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അവരോടുള്ളതായ സ്നേഹം അറിയിക്കുന്നു. ഈ കുട്ടിച്ചൻ അനുസ്മരണം ഇത്തരത്തിൽ വളരെ ഭംഗിയായി ക്രമീകരിച്ച കുട്ടിച്ചൻ ഫ്രണ്ട്സ് ഫോറം, അതുപോലെ തന്നെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം, ഇടവക എല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ എല്ലാ അഭിനന്ദനങ്ങളും ഭാവങ്ങളും അറിയിക്കുന്നതോടൊപ്പം അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു സദസ്സിന് സാന്നിധ്യം ഉണ്ടായിരുന്നത് ഏറെ ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും സാഹിത്യ രംഗത്തും കലാരംഗത്തും ഒക്കെ ഉള്ളതായ ബഹുമുഖ പ്രതിഭയുള്ളവരായ ശ്രേഷ്ഠരായ പ്രിയപ്പെട്ടവർ വന്ന് അനുസ്മരണ സമ്മേളനം ഏറെ അനുഗ്രഹകരമാക്കി തീർത്ത് എല്ലാവരുള്ളതായ സ്നേഹാദരവുകൾ, അഭിനന്ദനങ്ങൾ, ഭാവങ്ങൾ ഇടവേളയുടെ ഭാഗമായിട്ട് നേർന്നുകൊണ്ട് കഴിവാറുള്ള സംഭരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിന് പ്രതിജ്ഞത അർപ്പിക്കുന്നതിനായി സെഹിയോൺ സൺഡേ സ്കൂൾ ഹെഡ്മിസ്ട്രസ് അനില ടീച്ചറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ KP ശ്രീരാമൻ സാർ, ആദരണീയരായ ഞങ്ങളുടെ വികാരി കുര്യാക്കോസ് തിമ്മനച്ചൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയ CR മാത്യു സാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രിയ കുട്ടിച്ചൻ്റെ ജോർജ് കുട്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കുട്ടിച്ചൻ ഫ്രണ്ട്സ് ഫോറം സംഘടിപ്പിച്ചിരിക്കുന്നതായ ഈ യോഗത്തിൽ കുട്ടിച്ചനെ കുറിച്ച് ധാരാളം ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഓടി ഓടി പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കണ്ടിടത്തോളം നല്ലൊരു സൺഡേ സ്കൂൾ അധ്യാപകൻ, തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി, നല്ല ഒരു വിമർശകൻ എന്ന രീതിയിലൊക്കെ എനിക്ക് കുട്ടിച്ചനെ മനസ്സിലാക്കാൻ സാധിച്ചു. കുട്ടിച്ചൻ്റെ വിമർശനങ്ങളിലെ ഈ ഇടവേളയിലെ ഏറ്റവും വലിയൊരു വ്യക്തി ഞാനാണെന്നാണ് ഇപ്പോഴും ഞാൻ ധരിക്കുന്നത്. ഞാൻ അപ്പോഴും ആശയോട് ഷെയർ ചെയ്യാറുമുണ്ട്. പക്ഷേ കുറേ കാലം ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ഇടവേളയിലെ
ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തി സിയോൺ സൺഡേ സ്കൂളിലെ എപ്പിസ്കോപ്പായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു തെറ്റുകുറ്റങ്ങളും ഉണ്ടാകാൻ പാടില്ല. അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കണം എന്ന് ആ സഹോദരൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് വളരെ ചെറുതായ കാര്യങ്ങൾ പോലും, ഞാൻ തെറ്റാണെന്ന് പോലും ചിന്തിക്കാത്ത ചെറിയ കാര്യങ്ങൾ പോലും കുട്ടിച്ചൻ വളരെ കാര്യമായി ശ്രദ്ധിക്കുകയും അതിനെ വിമർശനത്തോട് പറയുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് വലിയൊരു നേട്ടമുണ്ടായി. പിന്നീട് ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും 2 പ്രാവശ്യം ചിന്തിക്കും. കാരണം എൻ്റെ മുമ്പിൽ കുട്ടിച്ചനുണ്ട്, കുട്ടിച്ചൻ ഇനി എന്താണ് പറയുന്നത്. ആ കുട്ടിച്ചൻ്റെ വിമർശനങ്ങൾ എന്നെ നന്നാക്കാൻ, ഞാൻ കുറെ കൂടെ ഒരു നല്ല ടീച്ചറാകാൻ, നല്ലൊരു എഡ്മിസസ് ആകാൻ എന്നെ സഹായിച്ചു എന്നുള്ളത് തീർച്ച തന്നെയാണ്. നമ്മുടെ മുന്നിൽ എഴുത്തുകാരൻ, പുസ്തക പ്രസാധകൻ, സഭാ സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശോഭിച്ച് വളരെ പെട്ടെന്ന് നമ്മളോട് പറഞ്ഞ് കർത്തൃസന്നിധിയിലേക്ക് യാത്രയായ പ്രിയ സഹോദരന്റെ ആത്മാവിന് വിശ്രാന്തി. സമയക്കുറവ് മൂലം ഇനി എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്നത് ശ്രീ KP ശ്രീരാമൻ സാറാണ്. പൂരോപ്പട ബാങ്ക് പഞ്ചായത്ത് പൂരോപ്പട സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നു. കുട്ടിച്ചന്റെ ബാല്യകാല സഖി, ചങ്ങനാശ്ശേരി NSS കോളേജിൽ പഠിച്ച കാലം തൊട്ട് കുട്ടിച്ചനോട് ഒന്നിച്ച് സഞ്ചരിച്ച വ്യക്തി. ഈ ബന്ധം അദ്ദേഹത്തെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സാധിച്ചു. ഒരു പുസ്തക രചയിതാവാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത അലങ്കരിച്ച സാറിനോടുള്ള നന്ദി കുട്ടിച്ചൻ ഫോറത്തിന്റെ പേരിലും സൺഡേ സ്കൂളിന്റെ പേരിലും കുര്യാക്കോസ് ഈപ്പൻ അച്ഛൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയ ഷിബു അച്ഛൻ, കുട്ടിച്ചന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് ഒരു രചനാ മത്സരം നടത്തണമെന്ന് കുട്ടിച്ചൻ ഫോറം ആലോചിച്ചപ്പോൾ തന്നെ അത് സൺഡേ സ്കൂളുമായി യോജിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തന ബന്ധാവായ സൺഡേ സ്കൂളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വേണമെന്ന് തീരുമാനിച്ച അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അത് വളരെ പോസിറ്റീവായി ഏറ്റെടുക്കുകയും അതിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓരോ ദിവസവും അച്ഛൻ വിളിച്ചു ചോദിക്കും, ടീച്ചറെ ആ പ്രവർത്തനം എന്തായി, നിങ്ങളത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഭംഗിയാക്കണം, ഒരു കുഴപ്പവും വരുത്തരുത് എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്നിരുന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിന് ഏറ്റവും വിജയകരമാക്കുവാൻ സഹായിച്ച ഞങ്ങളുടെ പ്രിയ ഷിബു അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് CM മാത്യു സാറാണ്. ഇവിടെ വന്ന് വേദിയിലിരിക്കുന്ന എല്ലാവരെ കുറിച്ചും പ്രിയ ഷാജി വിശദമായി സംസാരിച്ചതുകൊണ്ട് കൂടുതൽ ഞാൻ സമയക്കുറവ് മൂലം അതിലേക്ക് കടക്കുന്നില്ല. എന്നാലും ബെസേലിയസ് കോളേജിലെ മലയാളം അധ്യാപകനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ലൈബ്രറി കൗൺസിലിലെ സംസ്ഥാന കൗൺസിൽ മെമ്പറായിരുന്നു. സൗത്ത് പാമ്പാടി സൗഹൃദ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന CM മാത്യു സാറിനോടുള്ള നന്ദിയും സ്നേഹവും കുട്ടിച്ചൻ ഫ്രണ്ട്സ് ഫോറത്തിന്റെയും സൺഡേ സ്കൂളിന്റെയും ഇവിടെ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തിയ ശ്രീ രതീഷ് നാരായൺ സാർ ഗവേഷകൻ, എഴുത്തുകാരൻ എന്നീ നിലയിൽ പ്രശോഭിക്കുന്നു. സാറിന്റെ അറിവനുസരിച്ച് അവിടെ ശരിയാണെങ്കിൽ സാർ PhD പേപ്പറൊക്കെ സമർപ്പിച്ച് ഡോക്ടറേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് അകം സാറിന്റെ ഡോക്ടറേറ്റ് തേടിയെത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിനോദ് M. സക്കറിയ സാറ് ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെ തന്നെ ഒരു ഭാഗമാണ്. ഞങ്ങളുടെ കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂളിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. കോട്ടയം സൺഡേ സ്കൂൾ നമ്മുടെ സൺഡേ സ്കൂളിനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്നതായ സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ സാർ, ബെസേലിയസ് കോളേജിലെ മലയാള അധ്യാപകൻ, എഴുത്തുകാരൻ എന്ന നിലയിൽ ശോഭിക്കുന്നതായ ഹരികൃഷ്ണൻ സാറ് ഇവിടെ വന്ന് ഈ കുട്ടിച്ചൻ അനുസ്മരണത്തിന് വേണ്ടി അനുസ്മരണ പ്രസംഗം നടത്തിയ സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ശ്രീ മാർട്ടിക്കുട്ടി ജെയിംസ് കുട്ടിച്ചന്റെ
കുട്ടിച്ചന്റെ അടുത്ത സുഹൃത്ത് കേന്ദ്ര വ്യവസായ വകുപ്പിൽ ജോലി ചെയ്തു. സാറ് ഇവിടെ വന്ന് അനുസ്മരണ പ്രസംഗം നടത്തി അനുഗ്രഹിച്ചതിനായി സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ശ്രീ ജേക്കബ് മാത്യു പാത്തിക്കൻ സാറ് 35 വർഷത്തോളം കുട്ടിച്ചനുമായ സുദൃഢമായ ബന്ധമുണ്ടായിരുന്ന വ്യക്തിത്വമാണ്. സാർ നമ്മുടെ തന്നെ വാഗത്താനം ജെറുസലേം മൗണ്ടിലെ മികച്ച ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ഒരു മാതൃകാ അധ്യാപകൻ. 23ഓളം പുസ്തകങ്ങൾ സാർ രചിച്ചിട്ടുണ്ടെന്നാണ് അടുത്ത സമയം എന്നോട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞത്. അതുപോലെ തന്നെ അടുത്തിടെയായി സാർ നാടകം എഴുതുകയും അതിൽ അഭിനയിക്കുകയും സംവിധാനങ്ങളും എല്ലാം സാർ ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ് സാറ്. കഥാരചന മത്സര സമയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്ന് കുട്ടികൾക്ക് കഥാതന്തു നൽകുകയും ഏത് രീതിയിൽ കഥ എഴുതണമെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത മാന്യദേഹമാണ്. അതുപോലെ തന്നെ ഇതിന്റെ വാല്യുവേഷൻ സമയത്തും സാറ് ഒരു ടീമാണ് നിങ്ങളൊക്കെ എഴുതിയ ചെറുകഥ വായന ചെയ്തത്. അതിന്റെ ചെയർമാനായിട്ട് ഇരുന്ന് ആ കാര്യങ്ങൾ നിയന്ത്രിച്ചത് പാത്തിക്കൻ സാറാണ്. കിരൺ മാത്യു സാറും പാത്തിക്കൻ സാറും ചേർന്നാണ് അവസാന റൗണ്ട് തീരുമാനിച്ചത്. ഞങ്ങളോടൊപ്പം ഏറ്റവും സഹകരിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുപങ്കാളിയായ പാത്തിക്കൻ സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ മാത്തുക്കുട്ടി ജെയിംസ് സാറിനെ കുറിച്ച് ഒ ജെ ജോൺ സാറ് കുട്ടിച്ചനുമായി വളരെ വർഷക്കാലത്തെ സുഹൃത്ത് ബന്ധമായിരുന്നു. സാറുമായിട്ടുള്ള കുട്ടിച്ചനുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തെക്കുറിച്ചും കുട്ടിച്ചന്റെ ഒളിഞ്ഞു കിടക്കുന്നതായ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും നമ്മളോട് അറിയാൻ മേലാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന സമ്മാനാർഹരായ 3 കുട്ടികൾ. 1ാം സ്ഥാനം നേടിയ അലീന സാജു പങ്കടപ്പള്ളിയിൽ നിന്നാണ് വന്നത്. 2ാം സ്ഥാനം ഇവ ആൻഡ് ബിജു ഓരാളൂർ സൺഡേ സ്കൂൾ. ജെനിയ റേച്ചൽ വർഗീസ് സെന്റ് മേരീസ് നോർത്ത് മീനടം സൺഡേ സ്കൂൾ. ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 27 കുട്ടികളാണ് പങ്കെടുത്തത്. നമ്മുടെ ഭദ്രാസന ലെവലിൽ നടത്തിയതായ മത്സരത്തിൽ ഈ കുട്ടികളെ നമ്മുടെ സൺഡേ സ്കൂളിലേക്ക് അയച്ച എല്ലാ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർമാരോടും സൺഡേ സ്കൂൾ അധികൃതരോടുമുള്ള നന്ദിയും സ്നേഹവും കൂടി അറിയിക്കുന്നു. കുട്ടിച്ചൻ ഫോറവുമായി ചേർന്ന് മത്സരം നടത്തുന്നതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് നമ്മുടെ ഷാജി എബ്രഹാം സാറാണ്. തുടക്കം മുതൽ എല്ലാ പ്രവർത്തനങ്ങളും ഷാജിനെ ദിവസവും വിളിച്ച് ചോദിച്ചും പറഞ്ഞും കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ ഷാജി സാറ് അതുപോലെ നമ്മുടെ ജിനു തോമസ് സാറ് ഇവരാണ് മുൻകൈ എടുത്തത്. സഞ്ജയ് മാളിയേക്ക്. അപ്പോൾ അവരുടെ ഒരു നിശ്ചയദാർഢ്യവും അവരുടെ കഠിനാധ്വാനവുമാണ് ഈ ഇങ്ങനെ ഒരു ചെറുകഥാ മത്സരം. സാധാരണ പാട്ട് മത്സരം, പ്രസംഗ മത്സരം ഒക്കെയാണ് നടത്താറുള്ളത്. വ്യത്യസ്തമായ ഒരു മത്സരം നമ്മുടെ സൺഡേ സ്കൂളിൽ വെച്ച്, അതും നമ്മുടെ പ്രിയ കുട്ടിച്ചന്റെ സ്മരണയ്ക്ക് വേണ്ടി നടത്താനായിട്ട് മുൻകൈ എടുത്ത അവരോടുള്ള നന്ദിയും സ്നേഹവും അതുപോലെ കുട്ടിച്ചൻ ഫോറത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സൺഡേ സ്കൂൾ മുൻ അധ്യാപകന്റെ സ്മരണയ്ക്കായി നടത്തിയ ചെറുകഥാ രചനാ മത്സരം നടത്തുന്ന തീരുമാനം എടുത്ത സമയം മുതൽ എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം കൈകോർത്ത് പിടിച്ചു നിന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ സൺഡേ സ്കൂൾ എൻ്റെ സഹ അധ്യാപകർ, പ്രത്യേകിച്ച് ജെയ്സൺ സാറ്, ബിനു സാറ്, ലാൽ സാറ്, അതുപോലെ കുട്ടിച്ചന്റെ ശിഷ്യ കൂടിയായിരുന്നതായ മോള്, അതുപോലെ തന്നെ കുട്ടിച്ചനെ നേരിട്ടറിയാതെ കേട്ടു മാത്രം അറിഞ്ഞിട്ടുള്ള അൻസു തുടങ്ങിയ എല്ലാവരും ഇതിലേക്ക് വളരെ സന്തോഷത്തോടെ പ്രവർത്തിച്ചു. ഇതൊരു വിജയമാക്കി മാറ്റുവാൻ സാധിച്ചു. അവരോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനാ ഗാനം ആലപിച്ച സൺഡേ സ്കൂൾ കൊയറിനോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. കുട്ടിച്ചൻ കൂടെ ആയിരുന്നപ്പോഴും ഉണ്ടായിരുന്ന നല്ല സ്മരണകൾ മനസ്സിൽ ചേർത്ത് വച്ച് ഇവിടെ എത്തിച്ചേർന്ന ഏവരോടുമുള്ള നന്ദിയും സ്നേഹം